സച്ചിൻ ടെണ്ടുൽക്കറെ മീറ്റ് ചെയ്തതിലും കൂടുതൽ സന്തോഷം തോന്നിയത് അജിത് ടെണ്ടുൽക്കറെ മീറ്റ് ചെയ്യുമ്പോൾ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു 1.5 മണിക്കൂർ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറ്റിയത്. കാരണം ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു സെലിബ്രിറ്റി അദ്ദേഹത്തിന്റെ സ്റ്റാർഡത്തിലേക്ക് വഴിതെളിച്ചത് ഒരാളുടെ കോംപ്രമൈസ് ഉണ്ട്. ആൻഡ് സച്ചിൻ ടെണ്ടുൽക്കർ വാച്ച്ഡ് അജിത് പ്ലേ. You have a similar story, അല്ലേ? You watched Deepu play. സത്യം അല്ലേ? ശരി. Deepu almost same story തന്നെ പറയാനുള്ളത്. Deepu slipped into the backdrop and you came into the fold. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ക്രിക്കറ്റ് തന്നെ ഒരുവിധം കോമ്പറ്റീഷൻ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ടെണ്ടുൽക്കറിനെ സ്റ്റേഡിയത്തിൽ കണ്ടു എന്ന് പറഞ്ഞ പോലെ. എൻ്റെ ചേട്ടൻ കോളേജിൻ്റെ സ്ലാം ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കപിൽ ദേവിൻ്റെയും ഗവാസ്കറിൻ്റെ ഒപ്പം കളിക്കുമ്പോൾ ഞങ്ങളൊന്നും മറക്കരുതെന്നൊക്കെയാണ് ദുബിച്ചേട്ടൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞല്ല, എൻ്റെ ചേട്ടന് എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ, റൈറ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളർ. കോതമംഗലത്തിൻ്റെ ഫാസ്റ്റസ്റ്റ് ബോളറായിരുന്നു. എറണാകുളം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഇങ്ങനെ ക്രിക്കറ്റ് ബോളിൽ എറണാകുളത്തിന് കളിക്കാൻ പറ്റും, ഡിസ്ട്രിക്ട് കളിക്കാൻ പറ്റും, രഞ്ജി ട്രോഫി. അന്നൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് എങ്ങനെയെന്ന് വെച്ചാൽ മാതിരപ്പള്ളി സബ് സ്റ്റേഷൻ്റെ ഒരു ടീമുണ്ടാവും, മാതിരപ്പള്ളി ടീമുണ്ടാവും, കോളേജ് ടീം മാറത്തനീഷ് MA കോളേജിൻ്റെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴും കേരളത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഗ്രൗണ്ട്സ് ഇപ്പോഴും MA കോളേജിൻ്റെ ഗ്രൗണ്ടാണ്. പണ്ടത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ക്രിക്കറ്റ് അസോസിയേഷനൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലായിടത്തും ഗ്രൗണ്ടില്ലാന്ന്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നല്ല നാട്ടിൻപുറത്തും നല്ലൊരു കോളേജിൻ്റെ ഉഗ്രം ഗ്രൗണ്ട് ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. അപ്പം എൻ്റെ ഫസ്റ്റ് ക്രിക്കറ്റ് മാച്ച് കാണുന്ന എൻ്റെ ചേട്ടൻ, അതും എന്താ പറയുക, അച്ഛനോടും അമ്മയോടും കോളേജിൽ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാറ്റും ഒക്കെ ഒളിപ്പിച്ചാണ് കൊണ്ടുപോകണം, എന്നിട്ട് ഞാനാണ് കൂടെ പോകണം. അതാണ് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ക്രിക്കറ്റ് മാച്ച്. ക്രിക്കറ്റ് ബോളിൽ അന്ന് ഒരു പാഡ് കോളേജ് ടീം വരെ എങ്ങനെയാന്ന് വെച്ചാൽ ഫുള്ള് ആൾക്കാരാണ്. പണ്ടത്തെ ലാൽ സാറിൻ്റെ ഏതൊരു പടം ഉണ്ടല്ലോ, ആ പടത്തിൽ ഇങ്ങനെ കാണുന്ന പോലെ. ശരിക്കും ഞാനോ ടിനിച്ചേട്ടനല്ല കേരളത്തിൻ്റെ, സത്യം ഞാൻ ചേട്ടന് നല്ലോണം അറിയായിരിക്കും. കാരണം ക്രിക്കറ്റ് എൻ്റെ ചേട്ടൻ്റെ സമയത്തൊക്കെ നോർമൽ കോളേജിൻ്റെ ക്രിക്കറ്റ് മാച്ചിൻ്റെ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു തല്ലാണ് ശരിക്കും. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ മാറത്തനീഷ് കോളേജ് വേഴ്സസ് വേറെ ഏതെങ്കിലും കോളേജ് കോട്ടയത്തു നിന്ന് അവിടുത്തെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്രണ്ട്ലി മാച്ച് വരെ കാണാൻ 2 കോളേജിലും പിള്ളേരാണ് മൊത്തം. അപ്പോൾ ആ കാര്യത്തിൽ ഇങ്ങനെ കുറേ ചേച്ചിമാരൊക്കെ ദിബു ഏട്ടാ അങ്ങനെ വിളിച്ച് ഭയങ്കര. ഞാൻ ആദ്യം ആരവം കേട്ട് ദുബിച്ചേട്ടൻ പോകുന്നു, കുറേ റണ്ണടിച്ച് കുറേ ലെഫ്റ്റ് സൈഡ് അവിടെ 6 അടിക്കുന്നു. അത് ഒരു ഫ്രണ്ടിലുള്ള കാലിൽ പാഡ്. കോളേജിന്റെ ടീമിൽ ആകെ 2 പേരെന്തേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ഒരു പാഡ്, കാരണം അടുത്ത ആൾ പാഡ് ചെയ്യാനുള്ളതിനും പാഡ് വേണം. അപ്പം ഒരാ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ ലെഫ്റ്റ് ലെഗിൽ മാത്രം പാഡ്, ലെഫ്റ്റ് ഹാൻഡർ ആണെങ്കിൽ റൈറ്റ് ലെഗിൽ പാഡ്, ഒരു ഗാർഡ് ലെഫ്റ്റ്, ഇത് തൈ ഗാർഡ്, ഒരു ഗ്ലൗ, ഈ കയ്യിൽ ഗ്ലൗ ഇല്ല, ഇന്നർ ഗ്ലൗ ആയിരിക്കും. അങ്ങനെ എക്യുപ്മെന്റ്സ് അധികം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് മാറ്റിങ്ങിൽ അടി കണ്ട ഹെൽമെറ്റ് പോലും ഇടില്ല. ഹെൽമെറ്റൊക്കെ നോർമൽ ഹെൽമെറ്റ്, ഇത് പഴയ വലിയ ഹെൽമെറ്റൊക്കെയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അരം കേട്ടപ്പോഴാണ് എനിക്ക് ദുബിച്ചേട്ടനും കാരണമാണോ സത്യം പറഞ്ഞത്. ദുബിച്ചേട്ടൻ്റെ ബൈക്കിൽ ഇങ്ങനെ പുറകിലിരിക്കുമ്പോൾ ചോദിച്ചു, ഇതെന്താ കേട്ടത്, ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഞാൻ അത്ര UKGയോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. കാരണം ഞാൻ ഈ വെക്കേഷൻ, ഞാൻ കാക്കൂരാണ് പഠിച്ചത്, അപ്പം സ്പ്രിൻഡേൽസിൽ. അപ്പോൾ കൊതങ്കുളത്തോട്ട് ഞാൻ ഈ വെക്കേഷൻ മാത്രമേ വരുള്ളൂ, ഓണം, വിഷു അങ്ങനെ. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ക്രിക്കറ്റ് ആദ്യമായിട്ട് ഗ്രൗണ്ടിൽ കാണുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയി. കോതമംഗലത്ത് ഈ ചേച്ചിമാരും എല്ലാവരും ഇങ്ങനെ കുറേ സുന്ദരിമാരായ എല്ലാവരും കൂടെ ചേട്ടൻ്റെ ഭയങ്കര. എന്നിട്ട് ദുബിച്ചേട്ടൻ ജയിച്ച് അത് രസം എന്ന് പറഞ്ഞാൽ ഈ കോളേജിലെ പിള്ളേർ അവർ നമ്മളെ ജയിച്ചു. നമ്മുടെ കോളേജ് നമ്മുടെ അല്ല സോറി ചേട്ടൻ്റെ കോളേജ് ജയിച്ച വഴി അവിടുത്തെ പിള്ളേരെല്ലാവരും കൂടെ പൊക്കി എടുത്തുകൊണ്ട് വന്നൊക്കെ സീൻ നമ്മളത് സിനിമയിലെ കണ്ടിട്ടുണ്ട്. അന്ന് 1ാം ക്ലാസ് പഠിക്കുന്ന എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇതൊരു വലിയ സംഭവമാണ്. എന്നിട്ട് ബൈക്ക് അന്ന് തുടങ്ങിയതാണ് ചേട്ടൻ്റെ പുറകെ. എന്നിട്ട് ചേട്ടൻ അവിടെ ഗ്ലൗ വയ്ക്കുമ്പോൾ ഗ്ലൗ പോയി എടുക്കുക. എന്നിട്ട് ചേട്ടനത് മനസ്സിലായി. ഞങ്ങൾ സണ്ണി ടോണിയുടെ ചേട്ടനൊരു ബാറ്റ് ഉണ്ടായിരുന്നു, കോളേജിൻ്റെ ബാറ്റോ. അന്ന് ദുബിച്ചേട്ടൻ, ഐ എം ടെല്ലിങ് യു, ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞല്ല, ചേട്ടൻ നല്ലോണം അറിയാം. ഹീ ഹാഡ് ഷൂട്ടർ ബോൾ. ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ. ചേട്ടൻ ചിലപ്പോൾ കേട്ട ഷൂട്ടർ എന്ന് പറഞ്ഞാൽ മല്ലിങ്കറിന്ന് ബൗൺസ് ലെതർ ഇറ്റ് ചെയ്ത് അതൊക്കെ ചേട്ടൻ അന്നറിയാം. അപ്പം ദുബിച്ചേട്ടൻ വാസ് നോൺ ഫോർ ഷൂട്ടർ ആൻഡ് യോർക്കേഴ്സ്. പിന്നെ സ്ലോ ബോൾസ്, പണ്ട് അവർ പ്രാക്ടീസ് ചെയ്യണ കോർക്ക് ബോളല്ല, ലെതർ ബോളിന് വില കൂടുതലാണ്ട് കോളേജിന്റെ പ്രാക്ടീസ് മാച്ചസ് വരെ അവർ കോർക്ക് ബോളിലാണ് കളിക്കുന്നത്. ഭയങ്കര വേദന എടുക്കും. അപ്പം ഇപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ ചേട്ടൻ ഓർത്തു ഞാൻ ഷൂട്ടർ ബോൾ നാളെ തൊട്ടുന്നോണ്ടെന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ ചേട്ടനാണ് സത്യം പറഞ്ഞാൽ ചേട്ടനെ കളിക്കാത്ത അജിത് ടെണ്ടുൽക്കറിനെ പോലെ തന്നെ ചേട്ടന് കളിക്കാൻ പറ്റിയില്ല. ചേട്ടൻ ബാക്ക് ഡ്രോപ്പിലേക്ക് പോയത്
അത്ര ക്രിക്കറ്റിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കേരളത്തിൽ തന്നെ ഓപ്പർച്യൂണിറ്റീസ് രഞ്ജി ട്രോഫി കളിക്കാം അല്ലെങ്കിൽ ഏതാണ് ലെവൽ അതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എടപ്പള്ളിയിൽ അച്ഛൻ ട്രാൻസ്ഫർ മേടിച്ച് എടപ്പള്ളി വന്നപ്പോഴാണ് ക്രിക്കറ്റിനെ കുറിച്ച്. അന്നും ചേട്ടൻ അധികം വയസ്സില്ല. ചേട്ടൻ അന്നും എത്ര പറഞ്ഞ 25-26 വയസ്സുള്ളൂ. പക്ഷെ ആ ടൈമിലൊന്നും പണ്ടൊക്കെ എങ്ങനെയാ 25, 26, 27 കഴിഞ്ഞ വയസ്സായി അങ്ങനെ ഒരു ഫീലാണ്. 30 വയസ്സായി 25 വയസ്സാകുമ്പോഴത്തേനും കല്യാണം കഴിക്കും. അങ്ങനെ ഒരു ഇതിലേക്ക് പോകും. അതുകൊണ്ട് ചേട്ടനാണ് എന്നിട്ട് പറഞ്ഞത്, എടാ വിടണ്ട. ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ജയകൃഷ്ണൻ ചേട്ടൻ, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആ ജയകൃഷ്ണൻ ചേട്ടനാണ് ദുബ് ചേട്ടനോട് പറഞ്ഞത് ബാംഗ്ലൂരിലേക്ക് അവനെ വിട് എന്നൊക്കെ പറഞ്ഞ്. ദുബ് ചേട്ടനാണ് പിന്നെ ഇനിഷ്യേഷനൊക്കെ എടുത്തത്. അച്ഛനോട് പറയുകയും പിന്നെ കരാവലിയുടെ ആ ക്ലിനിക്ക് കറക്റ്റ് ടൈമിലുണ്ടായി. അപ്പം അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുപോയി. ഇതൊക്കെ ജയകൃഷ്ണൻ്റെ ഇപ്പോൾ മരിച്ചുപോയി. ആ ടീച്ചറിൻ്റെ ഒരു മോനാണ് അദ്ദേഹം. അപ്പം ജയക്ക് ചേട്ടൻ ദുബ് ചേട്ടനും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് എന്നെ ബാംഗ്ലൂർ കൊണ്ടുപോകണത്. സോ ദീപു, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ഹെൽപ്പ്. ആൻഡ് ദീപു ശാന്ത് എന്ന ക്രിക്കറ്ററെ ഞങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും ദീപു ശാന്ത് എന്നൊരു നല്ല മനുഷ്യൻ ഇപ്പോഴും ഉണ്ട്. C3 നമ്മുടെ സെലിബ്രിറ്റി ടീമിന്റെ കോച്ചാണ് ഇപ്പം. Excellent. And thank you so much on this occasion. Now we have another person. ഇത് ശ്രീശാന്ത് തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് വരാൻ പോകുന്നത്. Can we go on to the next video? Hi. We're all excited that Srishant's ban has come to an end by August 31st. Srishant, as a player, though we are from the same district, Ernakulam, we haven't played with or against each other at all because he was way too junior to me. Srishant, when I was working for the Indian team as a logistics manager, he was there in the team in 2011 England tour. That's when we got to know each other a little better and spent some time together. But unfortunately, he had an injury and he had to return for a surgery on his foot, I think if I remember right. Srishant game nibiti parananinga, I mean, there is very little to say. I think we all have seen him enough on TV where he used to literally tear through the opposition batting orders with his pace, swing and aggression. Right now, I want to wish him all the very best and wish and hope that his second stint is even more exciting and successful. Let it be for the state or hopefully eventually for the country. All the best, Srishant. We're all rooting for you. Actually, Satish എൻ്റെ ബാച്ചാണ് സതീഷ് ചേട്ടൻ വാസ് ബ്രില്യൻറ്റ്. നമ്മൾ സതീഷ് ചേട്ടനെ ഇപ്പോൾ ഓർമ്മയുണ്ടാവും, നമ്മുടെ ഈ മഹാരാജ് കോളേജ് ഗ്രൗണ്ടിൽ ഇവർ ഇന്ത്യ സിമെൻസിൻ്റെ ടീം വരുന്ന തന്നെ സെമിഫൈനൽ ഫൈനൽ കളിക്കാൻ വരുള്ളൂ. ഞാൻ പണ്ട് കളിച്ചിരുന്ന ഒരു ടീമിൻ്റെ പ്രസ്റ്റീജ് ടൂർണമെന്റ് എന്ന് പറഞ്ഞ ടൂർണമെൻ്റ് ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ബോൾ ബോയ്സ് ഒക്കെ ആയിരുന്നു. നമ്മൾ വലിയ വലിയ പ്ലേയേഴ്സ് വരുമ്പോഴൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുക, ബിസ്ക്കറ്റ് കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികൾ നമ്മൾ ക്ലബ് ക്രിക്കറ്റേഴ്സ്. തമിഴ്നാട് ടീം W രാമനൊക്കെ വന്നിരുന്നു. അത് പാലസ് ഗ്രൗണ്ടിൽ. അത് W രാമൻ ഇന്ത്യ സിമെൻസിന് വേണ്ടി കളിക്കാൻ പറ്റും. ഇത് ഓൾ കേരള ടൂർണമെൻ്റ് ആൻഡ് അവരുടെ ടീമാണ്. അപ്പം എന്നിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് കൊറോമൻഡൽ അങ്ങനെയൊക്കെ ആയി വന്നു. ഒരു പുള്ളടിച്ചത് നമ്മുടെ സ്റ്റേഡിയത്തിന്റെ പുറകിൽ ആ ഫ്ലാറ്റിൽ പോയി. പുറകിൽ ഫ്ലാറ്റിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ അൺബിലീവബിൾ. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയണ, നമ്മൾ ഇപ്പം ഞാൻ ഇന്ത്യ കളിച്ചെന്നൊക്കെ ഓക്കെ, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു കുറേ സീനിയേഴ്സ്, സുനിൽ ആശിഷ് ചേട്ടൻ, സതീഷ് ചേട്ടൻ, ശ്രീകുമാർ നായർ ചേട്ടൻ, ടിനു ചേട്ടൻ, എല്ലാവരും നമ്മൾ ടിനു ചേട്ടൻ ഓർമ്മയുണ്ട്, അനന്തപത്മനാഭൻ ചേട്ടൻ, എന്താ പറയണ സുരേഷ് കുമാർ ഉമ്മരി ചേട്ടൻ. ഇന്ത്യക്ക് കളിച്ച് എനിക്ക് തോന്നുന്നു കുറേ ആളുകൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഇപ്പം എല്ലാവരും വിരാട് കോഹ്ലി, റൈന എന്നൊക്കെ പറയും. ഇതുവരെ അസറുദ്ദീൻ തൊട്ട് ആരോട് വേണേൽ ചോദിച്ചോളൂ, സുരേഷ് കുമാർ ഉമ്മരി ചേട്ടൻ്റെ അത്രയും സ്പീഡിൽ അത്രയും ബെസ്റ്റ് ഒരു ഫീൽഡർ ഇന്ത്യക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നോയൽ ഡേവിഡ് ആൻഡ് സുരേഷ് കുമാർ ഉമ്മരി, ഈ രണ്ട് ചേട്ടന്മാർ. അത് സുരേഷ് കുമാർ ഉമ്മരി ചേട്ടൻ്റെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആണ്. കാരണം കേരളത്തിൽ ഇന്ത്യക്ക് അണ്ടർ 19 ഈ ഫ്ലെമിംഗ് ഒക്കെ കളിക്കുന്ന ആ കൊല്ലം 9 വിക്കറ്റാണ് ഒരു ഇന്നിങ്സിൽ. ആ വ്യക്തിയൊക്കെ അവരുടെ അതാണ് ദേവാനുഗ്രഹം. സതീഷ് ചേട്ടൻ ഉൾപ്പെടെ എനിക്കിങ്ങനെ കുറേ ആളുകളോട് കളിക്കാൻ പറ്റി. അപ്പം ഇവരൊക്കെ ഇങ്ങനെ കഥകൾ പറയും ഓരോരോ പഴയ മാച്ചസിൻ്റെ. അത് ഞാനിപ്പോൾ എൻ്റെ ചേട്ടനെന്ന് ഷൂട്ടർ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ കേട്ട് ശശികാന്ത് സാറ്, തെണ്ടുൽക്കർ, അങ്ങനെ ഞാൻ കേട്ട് ഇങ്ങനെ ഇരുന്ന് ഞാനത് പോയി എഴുതും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതാ ആ കൊല്ലം സക്സസ്ഫുൾ ആയെങ്കിൽ എന്തുകൊണ്ടും ഇപ്പം നമ്മൾ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് പഠിക്കുന്ന പടങ്ങൾ പഠിത്തത്തിൽ സെയിം ആണെങ്കിൽ അതും യൂസ്ഫുൾ ആവണമെന്നുള്ള ചെയ്യും. അപ്പോൾ സതീഷ് ചേട്ടൻ എനിക്ക് 2011 കുറേ നല്ല എനിക്ക് ഇഞ്ചുറി പ്രോണായിരുന്നു. അപ്പം എനിക്ക് ഒട്ടും നടക്കാൻ പോലും പറ്റില്ല. രാവിലെ
2 കാലിലും ബോൺമാരോ എഡിമയായിട്ട് എൻ്റെ 2 ടോയ് ഇങ്ങനെ ഇരിക്കണേ. അപ്പം അതിനകത്ത് കോർട്ടിസോൺ ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടാണ് പെയിൻ കില്ലർ. എന്നാലും അക്യൂട്ട് പെയിൻ ഉള്ളതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. അപ്പം ഫസ്റ്റ് ടെസ്റ്റ് ലോർഡ്സിൽ ഞാൻ കളിച്ചിരുന്നില്ല. അപ്പം അതിൻ്റെ സെക്കൻഡ് ടെസ്റ്റിനോട് കളിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും നാളാണ് ടെസ്റ്റ്. ഇന്നത്തെ നെറ്റ് സെഷൻ ഞാൻ പോകുന്നത് ഇങ്ങനെയാണ് നടന്ന്. അപ്പോൾ സതീഷ് ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് ഹലോ വാട്ട് ഹാപ്പൻഡ്, എന്താ കളിക്കണില്ലേ, ഇപ്പോൾ തിരിച്ചു പോകണം എന്നുള്ള രീതിയിൽ ചോദിച്ചു. ഇല്ല കളിക്കും എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കാല് മാറ്റി. അന്ന് സതീശനാണ് എന്നോടൊന്ന് പറഞ്ഞു, ഇന്നിപ്പോൾ അങ്ങോട്ട് പോയി എല്ലാവരും കാണിക്കണ്ട, മര്യാദയ്ക്ക് പോയി എന്താ റെസ്റ്റ് ചെയ്യുക. അപ്പം നല്ല ആ ടൈമിൽ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ആ മാച്ച്. ആ മാത്യു പെയർ ഔട്ടായ ടെസ്റ്റ് മാച്ചിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ തലേദിവസം എനിക്ക് എണീറ്റ് നിൽക്കാൻ പറ്റില്ലായിരുന്നു, നടക്കാൻ പോലും പറ്റാത്തൊരു മാച്ചാണ്. ആ മാച്ചിൻ്റെ നെക്സ്റ്റ് ഡേ എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് നല്ലോണം ബോൾ ചെയ്യാൻ പറ്റി. അത് പെയിൻ ഒരു ഇപ്പോഴും നടക്കുമ്പോൾ ചെറിയ എന്താ പറയുക ടൈറ്റാനിയം നെയിൽസ് ആണ്. അപ്പം എക്സ്പെഷ്യലി സ്റ്റെപ്പ് ഗോയിങ് ഡൗൺ, പിന്നെ ഫാസ്റ്റ് ബോളർ അല്ലേ, അപ്പോൾ സ്പ്രിന്റ് ചെയ്യുമ്പോൾ. പക്ഷെ സതീഷ് ചേട്ടനൊക്കെ ആ ടൈമിൽ എനിക്ക് തോന്നുന്നു എടാ ഗെഡപ്പ് അങ്ങനെ എനിക്ക് താങ്ക് യു സതീഷ് ഭായ്. അത് ചെറിയ പോയിന്റ്സ് ആണ്, പക്ഷേ വെരി വെരി എഫക്റ്റീവ് ഫോർ മീ. കാരണം നിങ്ങളെപ്പോലുള്ള വ്യക്തികളെ കണ്ടിട്ടാണ് ശരിക്കും നമ്മൾ ക്രിക്കറ്റിൽ ഓടി വന്ന് വെള്ളമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടന് ഓർമ്മയില്ലെന്നുള്ളൂ. നമ്മളാണ് അവിടെ, അതായത് ഗ്രൗണ്ടിലല്ല, നമ്മൾ അവിടെ ഫംഗ്ഷൻ നടക്കുമ്പോഴൊക്കെ അവരൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളാണ് ഓടിച്ചെന്ന് വെള്ളം വളർച്ച വെക്കണതും ഒക്കെ. Former Ranji Trophy cricketer and brilliant batsman. Brilliant batsman, very aggressive batsman, and somebody who later became the logistics manager for the Indian cricket team, and he served in that capacity for almost 10 years. അതുപോലെ തന്നെ ഇന്ത്യ സിമൻസിൻ്റെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെയും ഒക്കെ ഗവർണിംഗ് മെമ്പർ MA Satish. Thank you Satish for those words. ആൻഡ് ഈ സെലിബ്രിറ്റി ഫാമിലി എന്ന് നേരത്തെ പറഞ്ഞില്ല, ഈ ഫാമിലിയിൽ ഇനിയുണ്ട് 2-3 സെലിബ്രിറ്റീസ് നമ്മൾ കാണാത്ത ആളുകൾ, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ നിന്നാണോ ഈ കുട്ടി എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ട്. അങ്ങനെ ഒരാൾ കൂടെ ഉണ്ട്. Hello everyone, Sanjana Deepu here. So today I'm here to talk about my uncle, Srishant. So I call him Gobuchitavan. So something I really admire about him is his will to cross the seas and reach where he always wants to be. That is with his love cricket. So from a very young age I've seen him go for practice sessions, working around the clock to reach where he was and where he wants to be. And it really gave a lot of us a lot of the determination, the persistence he showed is always been a paving way for us to reach our destination. He always taught us that through his life he made us believe that if you really want to achieve something in life, all you got to do is do a hell lot of hard work, and that's what we've all been doing. And right now I understand he's gone through a lot, and there's so many hardships we as a family and he himself has gone through, and today we stand here with so much pride and so much love for him because he's going to play again, he's going to play cricket again, and that is just, I don't know, something that I should be immensely proud about. So love you Gobuchitappa, only got love for you and a hell lot of respect. സഞ്ജന ദീപു. സഞ്ജന ഇന്നിപ്പോൾ അറിയപ്പെടുന്ന ഒരു ആക്ട്രസും കൂടിയാണ്. മൂത്തോൻ എന്ന ഗീതു മോഹൻദാസിൻ്റെ സിനിമ ഇന്റർനാഷണലി സ്ക്രീൻ ചെയ്ത സിനിമയിൽ ഒരു പ്രധാന വേഷം അവതരിപ്പിച്ച കുട്ടിയാണ് സഞ്ജന ദീപു. ദീപുശാന്ത്, നേരത്തെ നമ്മൾ സംസാരിച്ച ശ്രീശാന്തിൻ്റെ മൂത്ത സഹോദരൻ്റെ മകളാണ്. അല്ല, സഞ്ജന ഈസ് ഡൂയിങ് എക്സ്ട്രീംലി വെൽ. എന്താ പറയുക, ചെറുപ്പത്തിൽ നമ്മൾ ഫുൾ ഇന്ത്യൻ ടീം വന്നപ്പോഴൊക്കെ എന്താ പറയുക, ധോനി ആണെങ്കിൽ എല്ലാവരും ഒരു എന്താ പറയുക പബ്ലിക് ക്യാരക്ടർ ചെറുപ്പം തൊട്ട്. അപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചേട്ടൻ്റെ നടക്കാൻ പറ്റാത്ത സ്വപ്നമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം പറഞ്ഞു ചേട്ടന് ഇന്ത്യ കളിക്കണം, അവരെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റി. അതിലും ഇപ്പം ചേട്ടൻ്റെ സിനിമയോടുള്ള ഒരു ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ സ്വന്തം മകളായ സഞ്ജനയാണ് അത് ഫുൾഫിൽ ചെയ്യുന്നത്. അതും ഫസ്റ്റ് പടത്തിൽ തന്നെ ബെസ്റ്റ് ആക്ട്രസ് കിട്ടുക, പ്ലസ് സ്ട്രഗ്ലിങ്. അത് എനിക്കറിയാം. നമ്മളൊക്കെ വി ഹാവ് സീൻ നമ്മുടെ സെലിബ്രിറ്റി ഫാമിലി ഫ്രം ഔട്ട്സൈഡ്, ബട്ട് we know how difficult it is to survive in this beautiful world. അപ്പം നമ്മളെപ്പോഴും പറയുന്നത് ഹൗ ടു സർവൈവ് ഇൻ ദിസ് വേൾഡ്. ആ ബ്യൂട്ടിഫുൾ വേൾഡ് പറയുമ്പോൾ വി വിൽ ഗെറ്റ് ബെറ്റർ തോട്ട്സ്. അപ്പം ആസ് എ ഫാമിലി ഐ തിങ്ക് ദ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് ഓഫ് അവർ ഫാമിലി ഈസ് ദ ഫാമിലി. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മയുള്ള നമ്മൾ ഫാമിലി, സെലിബ്രിറ്റി ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ആ പ്രശ്നം വന്ന സമയത്ത് ഒരു ഫാദർ എഴുതിയൊരു പാട്ടുണ്ട്, യേശു എന്ന് വിളിച്ചതേ ഞാൻ കരഞ്ഞു പോയി, പിന്നെ ഒന്നും പറയുവാൻ കഴിഞ്ഞതില്ല, അത്രത്തോളം കഷ്ടപ്പാടുകൾ അനുഭവം. അങ്ങനെ ഒരു നല്ല വരികൾ, സിമ്പിൾ ലൈൻസ്, എല്ലാവർക്കും മനസ്സിലാവുന്ന പോലത്തെ ഒരു വരികളാണ്. പക്ഷെ നമ്മൾ ആ പാട്ട് അളിയൻ പാടിക്കഴിഞ്ഞ് എൻ്റെ ഒരു ആരാധകൻ ഇങ്ങനെ അയച്ചു തരികയാണ്, ചേട്ടന് വേണ്ടി എഴുതിയ പാട്ടാണോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ്.
പക്ഷേ ഈ പാട്ട് 2011-12 എന്തോ റിലീസായത്, 9 എന്തോ റിലീസായ പാട്ടാണ്. പക്ഷേ ആ പാട്ടിൻ്റെ ഓരോ വരികളും യേശു എന്ന് വിളിച്ചത് ഞാൻ കരഞ്ഞു പോയി. ആ പാട്ട് നമ്മുടെ ഫാമിലി ആയിട്ടിരുന്നൊരു ദിവസം കേട്ട് വിശ്വസിക്കില്ല, ഞാൻ കരഞ്ഞില്ല. മീൻസ് ഞാനങ്ങനെ കരയാൻ ഫുൾ ഇമോഷണലാണ്. പക്ഷേ എല്ലാവരും, ഇത് അളിയൻ ഉൾപ്പെടെ, അളിയൻ പാടിയ പാട്ടാണ്, എന്നിട്ടും അളിയൻ അവിടെ കൺട്രോൾ ചെയ്യും എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ പോയ ഓരോരോ ഘട്ടങ്ങൾ ആ പാട്ടിലുണ്ട്. അപ്പോൾ പക്ഷേ ആ പാട്ടിൽ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ, അതിപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇമോഷണൽ, അത് ഇമോഷണൽ ആവാണ്ടിരിക്കാൻ നോക്കാം. ഞാൻ കൂടെ തകർന്നാൽ എല്ലാം തകരും എന്നൊരു ഒരു വരിയുണ്ട്. അപ്പം അയ്യാ, ഞാൻ പറഞ്ഞില്ല, ഇതാ പ്രശ്നം, ഇത് ഇമോഷണലാവും. ഇതാണ് ശ്രീശാന്ത്. അതല്ല, അപ്പോൾ സഞ്ജന ഇപ്പോൾ പറഞ്ഞത്, see they all think I have to motivate everybody, but they don't understand that I need the motivation from them also. അപ്പം ഇപ്പോൾ സഞ്ജനയൊക്കെ ചെയ്ത് ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് മോട്ടിവേഷൻ ഫോർ മീ. കാരണം ഇപ്പം എൻ്റെ ഇന്ന് നെഫ്യൂൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നെഫ്യൂവിനോടും ഇതാണ് ഞാൻ പറയുന്നത്. അപ്പം സോറി, കാരണം ആ പാട്ട് നിങ്ങൾ കേട്ടു നോക്കൂ. അപ്പം ഞാൻ എൻ്റെ ലൈഫായിട്ട് നോക്കണ്ട, നിങ്ങളുടെ ആരുടെങ്കിലും ഒരു കഷ്ടപ്പാട്, ഏത് കഷ്ടപ്പാട്, നമ്മുടെ എവരിബഡി ഈസ് ഫൈറ്റിംഗ് ദെയർ ഓൺ ബാറ്റിൽ. അപ്പോൾ ആ ബാറ്റിൽ ആ യേശു എന്ന് വിളിച്ച്, ഞാനൊരു ക്രിസ്ത്യനോ മുസ്ലിമോ ഹിന്ദുവോ അങ്ങനെയൊന്നും പറയുന്നില്ല, ഒരു ഹ്യൂമാനിറ്റി എന്നുള്ള രീതിയിൽ നോർമൽ വരികളുടെ പാട്ടാണ്. ആ പാട്ട് കേട്ട വഴി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ വരികൾ കേൾക്കുമ്പോഴും ഇപ്പോഴും അതാണ് കണ്ടത്. ഞാൻ പാട്ടൊന്നും പാടണ്ട, ആ ഒരു 2-3 വരികൾ കേൾക്കുമ്പോൾ തന്നെ ആകെ ഇമോഷണലാവും. കാരണം അങ്ങനെ ഒരു ഘട്ടത്തിൽ കടന്നു പോയപ്പോഴും ഷീ ഓൾസോ ഫോട്ട്, ഹെർ ഫാമിലി ഫോട്ട്. മധുച്ചേട്ടൻ്റെ എത്ര പാട്ടുകൾ മധുച്ചേട്ടൻ മിസ്സായി, എത്ര ഷോകൾ എൻ്റെ അളിയനായതുകൊണ്ട് പുള്ളി മിസ്സായി. അപ്പം അങ്ങനെ ഇതാണ് ദിസ് ഇസ് ലൈഫ്. ആൻഡ് ദിസ് ഇസ് വെയർ ശ്രീശാന്ത് ഒരു കംപാക്ട്, എന്താണ് പറയുക, ഒരു ഇത് എല്ലാ ആളുകളുടെയും ലൈഫിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള, പലതരത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം. ശ്രീശാന്ത് ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്ററായിരുന്നു, ഒരു നാഷണൽ പ്രോപ്പർട്ടിയാണ്. നാച്ചുറലി അതിൻ്റെ മാധ്യമ ശ്രദ്ധയും അതിൻ്റെ ഒരു ഓവറോൾ അറ്റൻഷൻ്റെ ഒരു ലെവലും മാറിപ്പോയി. പക്ഷെ ഇതിൻ്റെ ചെറിയ ചെറിയ ലെവലുകളിൽ ഒത്തിരി ആളുകൾക്ക് ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീശാന്ത് തിരിച്ചു വരേണ്ടത് ശ്രീശാന്തിന്റെ മാത്രം ആവശ്യമല്ല, ശ്രീശാന്ത് തിരിച്ചു വരേണ്ടത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യം. അത് കറക്റ്റാണ് ചേട്ടാ. ഞാനും എൻ്റെ ഞാനിപ്പോൾ എൻ്റെ കംബാക്കിൽ എല്ലാവരും ചോദിക്കും ആരായിരുന്നു പുറകിൽ. അപ്പോൾ പണ്ട് കരാന സാറ് ഇങ്ങനെ ഏതൊരു ഇൻ്റർവ്യൂ ചോദിച്ചപ്പോൾ കരാന സാറിനെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ആരെങ്കിലും ഉണ്ടോ നീ പറ, ആരാന്ന് എനിക്ക് കാണാൻ പറ്റില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെയാണ് ഞാനിപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. എന്നു വെച്ചാൽ റിവെഞ്ച് എടുക്കാനോ പകയ്ക്കോ അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യാനൊക്കെ എല്ലാവർക്കും എളുപ്പമാണ്. അത് റെസ്പോൺസിബിലിറ്റി എടുക്കുക, സ്വന്തം എടുക്കാനാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, എല്ലാവരും പറയും ഗുഡ് എക്സ്പീരിയൻസ്, ബാഡ് എക്സ്പീരിയൻസ്, അങ്ങനെയാണ് നമ്മൾ ചെറുപ്പം തൊട്ട് പഠിപ്പിച്ചേക്കുന്നത്. ഇതൊരു ബാഡ് എക്സ്പീരിയൻസ് ആട്ടോ, അതൊരു ഇറ്റ്സ് ഓൾ എക്സ്പീരിയൻസസ്. ദർ ഇസ് നത്തിങ് ഗുഡ് ഓർ ബാഡ് അബൌട്ട് എനി എക്സ്പീരിയൻസ്. എല്ലാവരും എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് നിങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതിനെ നമ്മൾ എങ്ങനെ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് ഒട്ടും സ്ഥലത്തൊരു വാചകമാണ്, ലൈഫ് ഈസ് ഷോർട്ട്. ലൈഫ് ഈസ് നോട്ട് ഷോർട്ട്. ഇറ്റ്സ് 24 hours ഫോർ എവറി ലെജൻഡ്സ്. ഈവൻ നോർമൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബെഗറിൻ്റെ അടുത്ത് പോയി ചോദിച്ചാലും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പുറകിലൊരു സ്റ്റോറി ഉണ്ടാവും. തീർച്ചയായിട്ടും ആ ടൈം 24 മണിക്കൂർ എന്തുകൊണ്ട് ആൾ അവിടെ എത്തി എന്നുള്ളൊരു സ്റ്റോറി ഉണ്ടാവും. അത് നമ്മൾ ഫോളോ ചെയ്യേണ്ടിരിക്കുക. ഏറ്റവും സക്സസ്ഫുൾ ആളുടെ അടുത്തും ചോദിക്കേണ്ടത് ഈ 24 മണിക്കൂർ നിങ്ങൾ എന്തൊക്കെയാണ് ടൈം മാനേജ്മെൻറ്റ്. ഇറ്റ്സ് 24 hours എവറി ഡേ. ലൈഫ് ഈസ്, നമ്മൾ പുറകോട്ട് നോക്കുമ്പം കഴിഞ്ഞ 7 വർഷം ഇറ്റ് വാസ് ജസ്റ്റ് എസ്റ്റർഡേ എന്ന് വിചാരിക്കും. ബട്ട് വെൻ യു ജസ്റ്റ് സിറ്റ് ഡൗൺ, റിലാക്സ്, ലുക്ക് ബാക്ക്, ഇറ്റ്സ് എ ലോങ് ജേർണി. ഇപ്പോൾ ചേട്ടൻ ചോദിച്ചപ്പോൾ തന്നെ ചെറുപ്പം തൊട്ട് കോതമംഗലം തൊട്ടുള്ള പരിപാടി, ജനിച്ചു വളർന്ന് കാക്കൂർ, കോതമംഗലം, കാക്കൂർ, കാളവലെല്ലാം കണ്ട് ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാ കഥകളും, ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. അപ്പം നമ്മളിങ്ങനെ പ്രഷറോടും പറയാനുള്ളത്, ഡോണ്ട് എവർ ഗിവ് അപ്പ്. നമ്മൾ ആസ് ലോങ് ആസ് വി ആർ ബ്രീത്തിങ് വി ഷുഡ് നോട്ട് ഗിവ് അപ്പ്. കാരണം അതാണ് ഇപ്പോൾ ചേട്ടൻ എൻ്റെ മെയിൻ ഇത്, എൻ്റെ ഇന്ത്യക്ക് കളിക്കുക അല്ലെങ്കിൽ വേൾഡ് കപ്പ് ജയിക്കണേക്കാളും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ ആ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു ബോൾ എറിയുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. കാരണം എൻ്റെ ഇത്രയും എന്നെക്കാളും എനിക്ക് തോന്നുന്നു മരണം ഒഴിച്ച് ബാക്കിയൊക്കെ അനുഭവിക്കേണ്ടി വന്നു. അത് എന്നിട്ടും എന്തോ ദൈവാനുഗ്രഹം. എൻ്റെ കഴിവെന്ന് ഞാൻ പറയില്ല, എല്ലാ മലയാളികളും കൂടുക എന്നാണെങ്കിലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പ്രാർത്ഥന, എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ കൊച്ചുങ്ങൾ, എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചലഞ്ച്, ഞാനൊരു 10 പുഷപ്പ് അല്ലെങ്കിൽ 12 പുഷപ്പ് അടിക്കുമ്പോഴും ടയർഡ് ആവുന്ന ടൈമിൽ ഇപ്പോൾ 8 പുഷപ്പിൽ ചില ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോം ഉണ്ട്, ബാലൻസിങ്, ബബിൾ ബോർഡ്, അങ്ങനെ. അപ്പോൾ ഇങ്ങനെ മക്കൾ അവിടെ നമ്മുടെ അടുത്തെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ 8 നിർത്തരുത്.
they are looking up to you. Correct. When you want to give up, always remember one person. It might be your dad, it might be your mom, it might be your wife, it might be your girlfriend, boyfriend, maybe your son, daughter. Do it for them, don't do it for yourself. Do it for your family. You will be amazed. എന്നിട്ടാണ് റോഡിൽ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു റോഡിൽ നിങ്ങൾ താമസിക്കുന്നു, പിന്നെ ഒരു ജംഗ്ഷൻ, പിന്നെ ഒരു ഡിസ്ട്രിക്ട്, പിന്നെ സ്റ്റേറ്റ്, പിന്നെ ഇന്ത്യ. അപ്പോൾ ആ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ അബൌട്ട് ടു ഗിവ് അപ്പ്, നിങ്ങൾ എന്നെ തുടങ്ങിയത്, വൈ ഡിഡ് യു സ്റ്റാർട്ട്? ദാറ്റ്സ് ഓൾ യു ഹാവ് ടു തിങ്ക്. ആസ് ലോങ് ആസ് വി ആർ ബ്രീത്തിങ് വി ഷുഡ് നോട്ട് ഗിവ് അപ്പ്. അത് എൻ്റെ ലൈഫ് മാത്രമല്ല, കുറേ ആളുകൾ, ഞാൻ എപ്പോഴും പറയാം, എവ്രിബഡി ഈസ് ഫൈറ്റിംഗ് ദെയർ ബാറ്റിൽ, എവ്രിബഡി ഈസ് ഗോട്ട് ദെയർ ഓൺ പ്രോബ്ലംസ്. പക്ഷേ അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ദിസ് ടു ഷാൽ പാസ്. റെയിനി ഡേയ്സ്, സണ്ണി ഡേയ്സ്, ക്ലൗഡി ഡേയ്സ്, എവറിത്തിങ്. ഇപ്പോൾ കൊറോണ സിറ്റുവേഷനിലാണെങ്കിലും ദിസ് ടു ഷാൽ, ഇതിലും വലിയ കാര്യങ്ങൾ നമുക്ക് ഇത്രയും ടെക്നോളജിയും അഡ്വാൻസ്ഡ് മെഡിസിനും ഒക്കെ ഉണ്ടായിട്ട് വരാൻ നമ്മൾ വി ആർ സ്ട്രഗ്ലിങ്. ബട്ട് ഇതിലൊന്നും ഉണ്ടായിരുന്ന സമയത്ത് ഇതിലും വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ആയവരും അവരുടെ ആൻസിസ്റ്റേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ജീൻസിലുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ദെയർ ഇസ് സംതിങ്. ബട്ട് മൈൻഡ് സെറ്റ് അന്നത്തെയും ഇന്നത്തെയും വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളത് ഈ ടൈമിൽ തീർച്ചയായിട്ടും എൻ്റെ ആ ഇതിൽ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഡോണ്ട് ഗിവ് അപ്പ്. എന്ത് ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു ഫെയിലിയർ അല്ലെങ്കിൽ ഒരു സക്സസ് അല്ല നിങ്ങളുടെ ലൈഫ്. നിങ്ങളുടെ ലൈഫ് ലോങ് ജേണിയാണ്. ഇപ്പോൾ ഞാൻ 37 ആയി. ഐ ആം എയിമിങ് ഫോർ നെക്സ്റ്റ് 5 years ഓഫ് ക്രിക്കറ്റ്. കാരണം എനിക്കറിയാം ഫിസിയോസ് ഉണ്ട്, ട്രെയിനേഴ്സ് ഉണ്ട്, ദ ബെസ്റ്റ് ഓഫ് യോഗ പ്രാക്ടീസിങ്, ബെസ്റ്റ് മാനേജേഴ്സ്. ഒറ്റ കാര്യം എനിക്ക് ഇതിനോട് പറയാനുള്ളത്, ടൈം മാനേജ്മെൻറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ 24 മണിക്കൂറിൽ ഇന്ന് എന്ത് ചെയ്യുന്നുള്ളത് മാത്രമല്ല, ഒരു ഗോൾ വയ്ക്കുക. എല്ലാവരും പറയും പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി. അത് സ്കൂളിൽ ബയോളജി, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് അങ്ങനെയൊന്നും പഠിക്കണ്ട. ഹാവ് എ പ്ലാൻ എ. 24 hours നിങ്ങളല്ലോ സമയമില്ല. ഹാവ് ഓൺലി പ്ലാൻ എ ആൻഡ് ഗീവ് ദ കംപ്ലീറ്റ് ഫോക്കസ് ടു ദ പ്ലാൻ എ. അപ്പോൾ അതിൽ സഞ്ജനയൊക്കെ എനിക്ക് തോന്നുന്നു ബ്രില്യൻറ്റ്. ചെറുപ്പം തൊട്ട് ഷീ വാണ്ടഡ് ടു ബി എൻ ആക്ട്രസ് ആൻഡ് ഷീ നോസ്. ഇപ്പോഴും ഡിഗ്രി കഴിഞ്ഞാൽ വീണ്ടും ഐ വിൽ കം ബാക്ക്. അപ്പം ഇറ്റ്സ് ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗേസ് കൊറോണ, കാരണം ഓൺലൈനാണ്, യു ക്യാൻ ഡു യുവർ ഓൺ സ്റ്റഫ്. അപ്പം എവ്രിബഡി ഔട്ട് ദെയർ പ്ലീസ് യൂസ് ദ ടൈം വൈസ്ലി. ഇതുപോലെ തന്നെ നമ്മളൊരു പ്ലെയറിൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആളുകളാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. കോച്ചിങ് ലെവലായിക്കോട്ടെ, കളി ഒരു മാച്ചസ് കണ്ടക്ട് ചെയ്യലും ഒരു പ്ലെയറിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ക്രിക്കറ്റർ ആക്കുന്ന അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ ആക്കുന്നതിൻ്റെയൊക്കെ പുറകിൽ വലിയൊരു സംഘം ആളുകളുണ്ട്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അതിലൊരു അഡ്മിനിസ്ട്രേറ്റർ ഇന്ന് നമ്മളിപ്പോൾ ഉണ്ട്. അദ്ദേഹത്തിന് എറണാകുളം ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹിയാണ് അദ്ദേഹം. Karthik Verma, the president of the Ernakulam District Cricket Association, who wants to send us a message. Hello Srishant. Hello Suchil. Hello all out there. You cannot blame someone if they say justice was delayed to Srishant. And when we say it was delayed, it is almost like it was denied. 7 years, 7 golden years of his career was taken from him. അതൊരു ചെറിയ കാലഘട്ടമല്ല 7 വർഷം എന്ന് പറയുന്നത്. ഏത് സ്പോർട്സ് പേഴ്സണും അല്ലെങ്കിൽ ഏത് പ്രൊഫഷനിലും 7 വർഷം മാറി നിൽക്കേണ്ടി വരിക, അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയൊരു ഗ്യാപ്പല്ല, അതൊരു വലിയ ഗ്യാപ്പാണ്. അതിനിടയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാം, നമ്മൾ നിൽക്കുന്ന പ്രൊഫഷനിലൊക്കെ മാറ്റങ്ങൾ വരാം. ഇപ്പോൾ സ്പോർട്സ് പേഴ്സൺ അത് വീണ്ടും കുറച്ചും കൂടി ചാലഞ്ചിങ്, വെരി ചാലഞ്ചിങ് ആണ്. I don't think with that huge gap of or a huge break in their career, I don't think anyone would even dare to try for a comeback. Rather, they might prefer to have their boots hung. അവിടെയാണ് ശ്രീശാന്ത് വ്യത്യസ്തനാണ്. ശ്രീശാന്ത് അവിടെ തീരുമാനിച്ചത് അങ്ങനെയല്ല. No, I will come back and I will prove what I am worth or what my worthiness is as a cricketer. അതാണ് ശ്രീശാന്ത്. അതിൽ എനിക്ക് അത്ഭുതമില്ല ശ്രീശാന്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. എനിക്കോ ശ്രീശാന്തിനെ അറിയുന്നവർക്കോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കേരളത്തിലെ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് കളിച്ചിട്ടുള്ളവർക്കോ ഒന്നും അതൊരു സംശയമായിട്ട് തോന്നില്ല. ദാറ്റ് ഈസ് ഹിം. We know that, how he has proven it. When he say he want to try,
he will not leave it to just a try. I mean, he would keep on trying until unless he succeeds in it. That is him. അതാണ് ആ ലെവൽ ഓഫ് പാഷനും ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും ശ്രീശാന്തിന് ഈ ക്രിക്കറ്റിനോടും ഗെയിമിനോടും ഒക്കെ ഉള്ളത്. ആൻഡ് ദ ഫൈറ്റർ ഹി ഹാസ് ഇൻ ഹിംസെൽഫ്. അങ്ങനെയാണ് ശ്രീശാന്ത്. സോ ഐ ആം ഷുവർ when he say he will try, how serious he is in that try or in that comeback. Me personally, and as the president of Ernakulam District Cricket Association, I'm also sure that my members, the Ernakulam District Cricket Association members, will also join me in saying we all are delighted to hear that he is all set and ready for a second innings. And we all are waiting for that day when he walks out to the ground for his second innings. And we are pretty sure that he will put all his effort and prove them. I mean, prove them is in inverted comma. Prove them what was their mistake. On behalf of EDCA and all the cricket lovers in the district and throughout the state, I wish him all the success, and I'm sure he will prove it. Thank you very much. താങ്ക് യു ചേട്ടാ. Thank you, Karthik, for those beautiful words. അല്ല, What more do you want? You have your own Administration cricket president. association Thank you. backing you up, അല്ലേ? തീർച്ചയായിട്ടും എറണാകുളം ഡിസ്ട്രിക്ട് അസോസിയേഷൻ ആൻഡ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, BCCI, ദേവാനഗരം കൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ 7 വർഷം, സാർ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ 7 വർഷം ഇറ്റ്സ് എ ലോങ് ജേണി. എന്താ പറയുക, ജീവപര്യന്തം 14 വർഷമാണ്. അപ്പോൾ ഒരു 7 വർഷമാണ്. അപ്പം പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയട്ടെ, ഞാനത് മോട്ടിവേഷണൽ ടോക്കായിട്ട് പറയാനല്ല, ബട്ട് എൻ്റെ ലൈഫിൽ ലാസ്റ്റ് 7 years വാസ് ദ ബെസ്റ്റ് ഇയേഴ്സ്. കാരണം എൻ്റെ ലൈഫിൽ വേൾഡ് കപ്പ് ജയിക്കുന്നതും എല്ലാം ഓക്കെ, ദേവാനുഗ്രഹം, നല്ലോണം അധ്വാനിക്കാൻ പറ്റി, അതുപോലെ പ്രവർത്തനങ്ങളിലും എല്ലാം കൊണ്ട് എനിക്ക് വേൾഡ് കപ്പ് എല്ലാം ചെയ്യാൻ പറ്റി. പക്ഷേ എൻ്റെ കഴിഞ്ഞ 7 വർഷമാണ് ഞാൻ അദ്ദേഹത്തോടും എല്ലാവരോടും പറയാനായിരിക്കുന്നു എൻ്റെ ബെസ്റ്റ് ഇയേഴ്സ്. കാരണം ആ 7 വർഷത്തിലാണ് എൻ്റെ ആരാണ് റിയൽ ശ്രീശാന്ത്. ക്രിക്കറ്റ് ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഒരു പ്രൊഫഷനാണോ ലൈഫാണോ ഇമ്പോർട്ടൻറ്റ്, ഫാമിലി ആണോ ഫ്രണ്ട്സ് ആണോ ഇമ്പോർട്ടൻറ്റ്, പല പല കാര്യങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ പഠിച്ചത്. ഏറ്റവും ഹാർഡസ്റ്റ് ബാറ്റിൽസ് ആർ ഗിവൺ ടു ദ ബെസ്റ്റ് ഓഫ് ദ സോൾജിയേഴ്സ്. അപ്പം ആ ബെസ്റ്റ് ഓഫ് ദ സോൾജിയറിൽ ഒരാളാൻ പറ്റിയതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം ഗ്രേറ്റ്ഫുൾ. വൺ, പിന്നെ ഞാൻ ഒരിക്കലും വേൾഡ് കപ്പ് ക്യാച്ച് എടുത്തപ്പം ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല വൈ മീന്ന്. അന്ന് ആഘോഷിക്കുമായിരുന്നു. ദെൻ ഐ ഹാവ് നോ റൈറ്റ് ദൈവത്തിനോട് വൈ മീ എന്ന് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല. അതൊക്കെ ഞാൻ ഈ കഴിഞ്ഞ 7 വർഷത്തിൽ പഠിച്ചതാണ്. ഒന്ന്, ഇതൊന്നും ഒരു സക്സസ്ഫുൾ ആയിരിക്കുമ്പോഴോ നല്ലോണം പെർഫോം ചെയ്യുമ്പോൾ ഒരു ഇഞ്ചുറി കൊണ്ടൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ഇങ്ങനത്തെ കഷ്ടപ്പാടുകളൊന്നും വേറെ ആർക്കും വരരുത്. ഇപ്പം ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അന്നും ഇന്നും എനിക്ക് സംഭവിച്ച, അമ്മ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, എൻ്റെ വേഴ്സ്റ്റ് എനിമി, ഇത് പരിപാടി കാണുമ്പോഴും ഹേറ്ററോടുകൂടി കാണുന്ന വ്യക്തികളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് പോലും നിങ്ങളുടെ കുടുംബത്തിലോ ഫ്രണ്ട്സിലോ ആർക്കും ഞാനോ എൻ്റെ ഫാമിലിയോ കുടുംബം അനുഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കണം. കാരണം ഏതോ ഒരു അദൃശ്യ ശക്തി, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും പ്രാർത്ഥന, കുറേ ആളുകളുടെ, മലയാളികളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ എന്നുള്ള നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ നമ്മുടെ ഇരിക്കാൻ തന്നെ പറ്റുന്നത്. കാരണം എൻ്റെ മൈൻഡ് സെറ്റ് കൊണ്ട് മാത്രമാണ് അത്. ലൈഫ് ഈസ് നോട്ട് ഷോർട്ട്, ലൈഫ് ഈസ് എ ബ്യൂട്ടിഫുൾ ജേർണി. കഴിഞ്ഞ 7 years കല്യാണം, എൻ്റെ 2 കുട്ടികളുടെ, പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും കഷ്ടപ്പാടിൻ്റെ സമയത്തും ഹൗ ദേ മാനേജ്, ഇതൊന്നും എനിക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല. ഈ കൂടെ നിന്ന് ഓരോരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിലെ ബെസ്റ്റ് 7 years ആണ് കഴിഞ്ഞ 7 years. ആ 7 years മിക്കവരും കിട്ടാറില്ല. ഇങ്ങനെ കിട്ടരുത്, പക്ഷെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ആക്ച്വലി ഞങ്ങളോട് പറയാനുള്ളത്, ഞാൻ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ബി താങ്ക്ഫുൾ ടു ദ ഓൾമൈറ്റി വി ആർ സ്റ്റിൽ ബ്രീത്തിങ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന വാട്ട് വി ഹാവ് നമ്മളെപ്പോഴും ഫോർഗെറ്റ് ചെയ്യും. എല്ലാവർക്കും ഒരു കാര്യം അറിയാം, വാട്ട് യു വാണ്ട് ടു ബി. വാട്ട് യു വാണ്ട് ടു ബി ഇൻ ദ സെൻസ് വാട്ട് യു വാണ്ട് ടു അച്ചീവ്. മോസ്റ്റ് ഓഫ് ദം ഹാവ് സം ക്ലൂ.
ബട്ട് ഹൗ യു ഹാവ് ടു ബി ഓർ വാട്ട് എ പേഴ്സൺ യു ഹാവ് ടു ബി എന്നുള്ള കാര്യം വളരെ കുറവ് ആളുകളാണ് ഒരു ഗോളിൻ്റെ പുറകെ. ഞാനും അങ്ങനെയായിരുന്നു. 2012 എനിക്ക് എൻ്റെ സർജറി വരെ 2012 എൻ്റെ ആ സർജറി ബെഡിൽ ഫിസിയോ വന്നിട്ട് വീണ്ടും അത്ലറ്റിക് 9 to 5 ജോബ് കിട്ടുമായിരിക്കും. പക്ഷേ ഇത് വെച്ച് ഫസ്റ്റ് ക്ലാസ് പോലും കളിക്കാൻ, ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ കളിക്കാൻ പറ്റുന്നതിനോട് അന്ന് തന്നെ സർജറിക്ക് മുമ്പ് ചോദിച്ചു, ആർ യു ഷുവർ യു ഷുഡ് കട്ട് ദ ടോസ് എന്ന്. അപ്പോൾ അന്ന് തൊട്ട് എനിക്കൊരു ഡൗട്ട് തുടങ്ങിയത്, ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഡെന്നിസ് ലീ എനിക്കൊരു ബുക്ക് എഴുതുന്നുണ്ട്, വെൻ യു ഗോ അപ്പ് യു മീറ്റ് ദ സെയിം പീപ്പിൾ. ഇത് ശ്രദ്ധിച്ചു കേട്ടുള്ളൂ കേട്ടോ. വെൻ യു ഗോ അപ്പ് you meet the same people and you meet the same people when you come down. So നോർമൽ കോൺസ്റ്റബിൾ, ഒരു നോർമൽ ആൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന, ചിലപ്പോൾ റോഡിൽ നമ്മുടെ സ്കൂളിൻ്റെ മുമ്പിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തൊരു പയ്യനായിരിക്കാം, അല്ലെങ്കിൽ ആ ചേട്ടനായിരിക്കും ഫ്യൂച്ചറിൽ DGP. അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചിലപ്പോൾ ഞാൻ നേരത്തെ ഒരു ബഗർ എന്ന് പറഞ്ഞ പോലെ ഒരാളായിരിക്കാം. ചിലപ്പം ഒരു ദിവസം അദ്ദേഹം ഡിസൈഡ് ചെയ്യാണ്, എണീറ്റ് ഒരു 60-ാം വയസ്സിലല്ല 70-ാം വയസ്സിൽ ഒരാണോ പെണ്ണോ ഡിസൈഡ് ചെയ്താണ്ടല്ലോ, ആ ഡിസിഷൻ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത ഇറ്റ്സ് എ ലോങ് ജേണി. ഒരു ഫെയിലിയർ ആകുമ്പം ഐ വോണ്ട് ടു എൻഡ് മൈ ലൈഫ് എന്നുള്ളൊരു ഫീല് വരരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ല. അതാണ് ഞാൻ പറയണത്. വെൻ യു ആർ ഇൻ എ ഡിഫിക്കൽട്ട്, മോസ്റ്റ് ടഫസ്റ്റ് പൊസിഷൻ, just ask yourself, are you still breathing? You are. If you are breathing, plan process. ആ പ്രോസസ്സ്, ഈ ഒരു പ്രോസസ്സിൽ എന്തുകൊണ്ട് ഞാൻ പോകണമെന്നല്ല ചോദിക്കേണ്ടത്, ഈ പ്രോസസ്സ് എന്നെ എന്തോരം ഹെൽപ്പ് ചെയ്യുമെന്നാണ് ചോദിക്കേണ്ടത്. ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ടൈം. അതും ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ സിറ്റുവേഷനായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട. ഈ കൊറോണ ഇത്രയും ഭയങ്കര, എല്ലാവരും ഇപ്പോൾ ഇത്തിരി ഈസി ആയി തുടങ്ങി. എനിക്ക് പറയാനുള്ളത്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പക്ഷേ ഈ ടൈം യൂസ് ചെയ്യുക, നിങ്ങളുടെ ഒളിച്ചു കിടക്കുന്ന കുറേ കഴിവുകൾ, അത് യൂട്യൂബിലാണ്, ഇൻ്റർനെറ്റിലൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക. മറ്റുള്ള സെലിബ്രിറ്റീസിൻ്റെ കുറേ, ഇപ്പം എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞാലും വേറെ ഇൻ്റർവ്യൂസ് കാണുന്നത് പോലും, വാച്ച് വിച്ച് ഈസ് യൂസ്ഫുൾ ടു യു. ആക്ച്വലി ശ്രീശാന്തിൻ്റെ ലൈഫിൽ, ശ്രീശാന്ത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വൈ മീ എന്ന് ചോദിക്കാൻ അർഹതയില്ല. കാരണം നല്ലത് വന്നപ്പോൾ നമ്മൾ ചോദിച്ചില്ലല്ലോ വൈ മീ. അപ്പോൾ ചീത്ത വരുമ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഉള്ളൊരു ഇത് ഏതാണ്ട് ഇതുപോലത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയ ഒരാളെ നമുക്ക് അടുത്ത് കൊണ്ടുവരാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം മലയാള സിനിമയിലെ ഏറ്റവും ലക്കി ആയിട്ടൊരു ചെറുപ്പക്കാരനായിട്ട് അറിയപ്പെട്ടു. ഏകദേശം 20 ദിവസം കൊണ്ട് ഏറ്റവും നിർഭാഗ്യവാനായ ഒരു ചെറുപ്പക്കാരനായി മാറി. അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടിട്ട് നമുക്ക് എന്താണ് അതിൻ്റെ പുറകിൽ എന്നുള്ളത് ശ്രീശാന്തിന് മനസ്സിലാവും. ശ്രീശാന്ത് ഇസ് ബാക്ക്. അവനൊരു വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഒരു മലയാളി എത്രത്തോളം സന്തോഷപ്പെടുമെന്നുള്ളത് സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. ക്രിക്കറ്റിലേക്ക് ശ്രീശാന്ത് തിരിച്ചു വരികയാണ്. ഓരോ ബോളറും അതിർത്തിയിലെ സൈനികന്റെ വെടിയുണ്ട പോലെ എതിർത്തുവിടാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരു മികച്ച ബോളർ, മികച്ച ലൈനിങ്ങിൽ നിന്നും വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ബോളർ. എതിർ ടീമുകൾക്ക് പേടിയായിരുന്നു, ഓസ്ട്രേലിയൻ ടീമുകളെ വിറപ്പിച്ച ബോളർ. അയാളൊരു മലയാളിയാണ്. അഭിമാനപൂർവ്വം കേരളം കൊണ്ടാടിയിരുന്ന ഒരു യുവത്വം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചില ഇൻസിഡൻസിലൂടെ അദ്ദേഹത്തിനെ ക്രിക്കറ്റിൽ നിന്ന് മാറ്റി നിർത്തുകയുണ്ടായി. ഇന്ന് അദ്ദേഹം എല്ലാ അഗ്നി പരീക്ഷകളും കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. വളരെ പ്രശസ്തമായ ഒരു വാചകമാണത്. അതുകൊണ്ട് തന്നെ പ്രായമല്ല, മനസ്സാണ് പ്രധാനം എന്നുള്ളത് ശ്രീശാന്ത് പല കുറി തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ധൈര്യവും അദ്ദേഹത്തിന്റെ ചിന്തകളും ഒക്കെ നമ്മൾ 2020 വേൾഡ് കപ്പ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് ഒരു മലയാളിയുടെ കൈകളിലേക്ക് അവസാന ബോൾ വന്ന് വീഴുമ്പോഴാണ്. അത് ഞങ്ങൾക്കുണ്ടാക്കിയ അഭിമാനം ചെറുതല്ല. അത്തരം ഒരുപാട് മൊമെന്റ്സുകൾ നൽകാൻ ശ്രീശാന്തിന് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ടുള്ള യാത്ര. അപ്പോൾ അതുകൊണ്ട് വരാനിരിക്കുന്ന കരഘോഷങ്ങൾ നിറഞ്ഞ ഒരുപാട് സ്റ്റേഡിയങ്ങളിൽ ശ്രീ എന്നുള്ള ഉറച്ച വിളികളിൽ ഞങ്ങളെ കൂടി ആനന്ദ നൃത്തം അടിപ്പിക്കാൻ ശ്രീ തിരിച്ചു വരട്ടെ. ക്രിക്കറ്റ് നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളെ ക്രിക്കറ്റിന് ആവശ്യമുണ്ട്. താങ്ക് യു ശ്രീ. രാമലീല എന്ന് പറയുന്ന ചിത്രം ഏകദേശം 5 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം ആണ് അദ്ദേഹം ഷൂട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അതിൻ്റെ ഇടയിലുണ്ടായ സാഹചര്യങ്ങൾ ശ്രീക്ക് അറിയാമല്ലോ. ആ സിനിമ, ആദ്യത്തെ സിനിമ, ഒരു യുവ സംവിധായകൻ ആദ്യത്തെ സിനിമ തന്നെ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായി പോവോ. അപ്പോൾ ഒരു സമയത്ത് ഏറ്റവും ലക്കിയസ്റ്റ് യങ് മാൻ എന്ന് അറിയപ്പെട്ട ആള് ഒരു 20 ദിവസം 30 ദിവസം കഴിഞ്ഞപ്പോൾ മലയാളത്തിലെ ഏറ്റവും നിർഭാഗ്യവാനായ ചെറുപ്പക്കാരനായി മാറിയ കഥ അരുൺ ഗോപി തന്നെ പറയും സംഭവം. അപ്പോൾ
അതിൽ നിന്നൊക്കെ തിരിച്ചു വന്നത് മലയാളത്തിലെ ഓൾ ടൈം റെക്കോർഡുകളിൽ ഒന്നായ സൂപ്പർ ഹിറ്റ് സിനിമയായിട്ടാണ് പുറത്തു വരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ജേർണികളിലാണ്. ഇപ്പൊ ശ്രീശാന്തിന്റെ ലൈഫിന് ഒരു ചെറിയൊരു പാരലൽ ഇല്ല, അതാണ് ഞാൻ കമ്പയർ ചെയ്യില്ല. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും അവരുടെ ഫാമിലിയും എൻ്റെ ലൈഫിൽ എനിക്ക് കഴിഞ്ഞ 7 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ മറക്കുന്ന ഒരു കാര്യം നമ്മുടെ ഫാമിലി. നമ്മൾ ഒരു വ്യക്തിയല്ല, ആ ഒരു വ്യക്തി അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ മക്കൾ, ആരാണോ ഫ്രണ്ട്സോ, അവരൊക്കെ ആ ഒരു ജേണിയാണ്. അത് നമ്മളിപ്പോൾ എൻ്റെ പ്രശ്നം വന്നപ്പോൾ എൻ്റെ നെഫ്യൂ നീസ് സ്കൂളിൽ പോകുമ്പോഴും അതൊരു ജേണിയാണ്. നമ്മളറിയുന്നില്ല, അവർ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് തന്നെ അറിയാം അവരുടെ സ്കൂളിലും കോളേജിലും ഒക്കെ അവരെ കളിയാക്കുന്നതൊക്കെ. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ട് അത് ഫൈറ്റ് ചെയ്യണമെങ്കിൽ അത് തന്നെ വ്യക്തിത്വമാണ്. അത് വ്യക്തിത്വത്തെ തെളിയിക്കും. കാരണം ഒളിച്ചോടി പോവോ വേറെ സ്ഥലത്തേക്ക് പോവോ വളരെ ഈസിയാണ്. ഇവിടെ നിന്ന് ഒരു പാസ്പോർട്ട് എടുക്കുക, അല്ലെങ്കിൽ പാസ്പോർട്ടിലൊരു വിസ അടിക്കുക, വേറെ കൺട്രിയിലേക്ക് പോവുക. നിങ്ങൾ ഐഡൻറ്റിറ്റി മാറ്റി താമസിക്കുന്നവർ കുറേ പേരുണ്ട്, പല പ്രശ്നങ്ങളിൽ നിന്ന് അവരുടെ റീസൺസ്. ചിലർ ഐഡൻറ്റിറ്റി മാറ്റാതെ ഇവിടെ തന്നെ നിന്ന് അത് ഫേസ് ചെയ്ത് അതിലും ബെറ്റർ ഐഡൻറ്റിറ്റി ആകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് എനിക്ക് പ്രചോദനം. കാരണം ഞാനൊരു എന്താ പറയുക, വലിയ 7 കടലുകളിൽ ഒരു നത്തോണി ഒരു മീനല്ല എന്ന് പറഞ്ഞാൽ ചെറിയൊരു മീനാണ്, അതുപോലെയാണ് ഞാൻ. അതുകൊണ്ട് ഇവരൊക്കെ എനിക്ക് എല്ലാവരും അവരുടെ ഒരു ബാറ്റിൽ, ഇപ്പം എല്ലാവരുടെയും വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നമാണെങ്കിലും അത് മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അത് ചിലവരുടെ വീട്ടിൽ അച്ഛനായിരിക്കാം, ചിലവരുടെ അമ്മയായിരിക്കാം, ചിലപ്പോൾ അമ്മൂമ്മയായിരിക്കാം, ചിലപ്പോൾ ഒരു അവിടെ വേല ചെയ്യുന്നൊരു ചേട്ടൻ്റെ അല്ലെങ്കിൽ ചേച്ചിയുടെ ഡയലോഗ് പറയുമ്പോൾ ആ വഴക്ക് തരും. അങ്ങനെ ഇതൊക്കെ നമ്മൾ അറിയുന്നത് എത്രയും പെട്ടെന്ന് അറിയുന്നുവോ അത്രയും പെട്ടെന്ന് നമ്മുടെ ലൈഫ് ബെറ്റർ ആവും. അത് നമ്മൾ എത്ര ലേറ്റായിട്ട് അറിയുന്നോ നമ്മുടെ അത്രയും ഇത്തിരി കഷ്ടപ്പാടായിരിക്കും. വേഴ്സ് ആയിരിക്കില്ല, കഷ്ടപ്പാടുണ്ടാവും. പക്ഷെ ആ കഷ്ടപ്പാട് സമയത്ത് കിട്ടുന്ന അനുഭവങ്ങൾ കോടീശ്വരന്മാരല്ല, ഭയങ്കര പാവപ്പെട്ടവരാണെങ്കിലും വളരെ അപൂർവം ചിലർക്കാണ് കിട്ടുന്നത്. അപ്പം ഞാനത് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ 7 years വാസ് ദ ബെസ്റ്റ്. കാരണം ആ 7 years ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ സംസാരിക്കുന്ന ശ്രീശാന്ത് ആയിരിക്കില്ല. ചിലപ്പം ഇന്ത്യ കളിച്ചുകൊണ്ടിരുന്ന ശ്രീശാന്ത് ആയിരുന്നു സെയിം ഇൻ്റർവ്യൂവിൽ വന്നിരുന്നെങ്കിൽ. അല്ലെങ്കിൽ വേറെ ചിലപ്പോൾ 2015 ചിലപ്പോൾ ഒരു വേൾഡ് കപ്പ് ജയിച്ചിട്ടുണ്ടാവും ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ അതും വി ഹാവ് ടു റെസ്പെക്ട് വാട്ട് ഈസ് ഗിവൺ ടു യു. നമ്മളെപ്പോഴും ചെന്ന് ഗ്രാബ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ഡു യു ഡിസേർവ് ഇറ്റ്. അപ്പോൾ എൻ്റെ അച്ഛൻ പണ്ട് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ എല്ലാവരോടും പറയണമെന്ന് വെച്ചാൽ യുവർ ഡിസയേഴ്സ് ആർ ഫ്യൂ ബട്ട് യു ഡിസേർവ് ബെറ്റർ, വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്. പണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് your desires are many but you don't deserve it, you have to work hard. ഇത് നമ്മുടെ ഒരു ആഗ്രഹം വന്നു. എനിക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു പ്ലെയർ ഇത് കാണുന്ന ഒരു പയ്യനെ പറയണോ, ചേട്ടന് 37 വയസ്സിൽ തിരിച്ച് കളിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ 19 വയസ്സിലായിട്ടുള്ളൂ, ഞാൻ എൻ്റെ അണ്ടർ 9 സെലക്ഷൻ കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും പഠിക്കണ്ട. അണ്ടർ 19 അല്ല, അണ്ടർ 25 അണ്ടർ 30 കിട്ടിയിലും കുഴപ്പമില്ല. 35 വയസ്സ് കഴിയണമെങ്കിൽ ഇന്ത്യ കളിക്കാം. അത് ദൈവാനുഗ്രഹം ഒന്ന്. പക്ഷെ അതിലൊക്കെ ഉപരി ദ വിൽ ടു പ്രിപ്പയർ ടു സക്സീഡ്. സാക്രിഫൈസസ് എന്ന് പറഞ്ഞൊരു വേർഡാണ് കോച്ചസും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ഈ ലോകത്ത് യൂസ് ചെയ്യുന്നൊരു വേർഡ്. വെൻ യു ആർ ലവിങ് സംതിങ് ഓർ സം വൺ, ഇറ്റ്സ് നോട്ട് സാക്രിഫൈസ്. നമ്മളൊരു ഫംഗ്ഷന് പോകേണ്ടിരിക്കുന്നത് സാക്രിഫൈസ് അല്ല. നമ്മളൊരു കൂട്ടുകാരൻ്റെ കൂടെ പാർട്ടിക്കോ അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷന് പോകേണ്ടിരിക്കുന്നത് സാക്രിഫൈസ് അല്ല. അത് നമ്മളുടെ ട്രെയിനിങ്ങിനോടുള്ള നമുക്ക് ആ ലെവലിൽ എത്തണമെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് യു ഷുഡ് എൻജോയ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അരുൺ പറഞ്ഞാൽ കറക്റ്റാണ്. എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിയും ഫാമിലിയും അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം എൻ്റെ ലൈഫിൽ കമ്പയർ ചെയ്യാൻ നോ ചാൻസ് ആണ്. പക്ഷേ അത് ചെറിയ ബാറ്റിലായാലും വലിയ വലിയ ബാറ്റിലായും ഐ റെസ്പെക്ട് ദാറ്റ് ബാറ്റിൽ. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഹി വൺ ദ വാർ. ആ വാർ ജയിച്ച വ്യക്തിയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ വളരെ നന്ദിയുണ്ട്, താങ്ക് യു. അപ്പോൾ 5 വർഷം കഴിഞ്ഞ് ദിലീപ് ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ലാൽ സാർ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, 5 വർഷം കഴിഞ്ഞ് ക്രിക്കറ്റ് കഴിയുമ്പോൾ വില്ലനായിട്ടോ ചെറുതായിട്ട് അവിടെയൊക്കെ ഒരു റോള്. അരുൺ ഗോപി ഇത് കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു സുഹൃത്തും കൂടെ ഉണ്ട് സിനിമയിൽ നിന്ന് ശ്രീശാന്തിനെ അടുത്തറിയുന്ന. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ വിനു മോഹൻ. ശ്രീശാന്ത് തിരിച്ചു വരുന്നു എന്ന ഒരു വാർത്ത കേൾക്കുമ്പോൾ മനസ്സിനുള്ളിൽ വലിയ ഒരു ആഘോഷത്തിമർപ്പാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് ശ്രീയുടെ ഈ ഒരു മടങ്ങിവരവ്. അത് ഒരു നല്ല സുഹൃത്തെന്ന രീതിയിലും അല്ലെങ്കിൽ ഞാൻ സഹോദരൻ തുല്യം കാണുന്ന ഒരു വ്യക്തി എന്ന രീതിയിലും എനിക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിൽ എനിക്കൊന്നും ഇത്രയും അഗ്രസീവായിട്ടുള്ള ഒരു ബൗളർ വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ശ്രീയുടെ ആദ്യത്തെ മാച്ച് മുതൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മളുടെ വേൾഡ് കപ്പ് വിന്നിങ്ങിലുമൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരാളാണ്.
ശ്രീയുടെ ഒരു വലിയ പ്രകടനങ്ങൾ, നമുക്ക് എന്നും ഓർത്തു വെക്കാവുന്ന വലിയ വലിയ പ്രകടനങ്ങളുടെ ഒരു വലിയ സംഭാവനകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ കോൺട്രവേഴ്സീസൊക്കെ കാരണം. അതൊരു വലിയ നഷ്ടം തന്നെയാണ്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. ശ്രീയുടെ ഈ തിരിച്ചുവരവ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു വാർത്ത തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡെഡിക്കേഷൻ, ക്രിക്കറ്റിനോടുള്ളൊരു പാഷനാണ് ഈ തിരിച്ചുവരവിന് യാഥാർത്ഥ്യമാക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിരുന്നു ക്രിക്കറ്റ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ശ്രീ, ഐ ലവ് യു. വലിയ വലിയ ഒരു മാച്ചസ് തീർച്ചയായിട്ടും ശ്രീക്ക് ഇനി കളിക്കാൻ സാധിക്കട്ടെ. വലിയൊരു ഇന്നിങ്സ് അല്ലെങ്കിൽ വലിയൊരു റെക്കോർഡ് ബ്രേക്കായിട്ട് ശ്രീക്ക് കളിക്കാൻ സാധിക്കട്ടെ. കാരണം ഏജ് ഒരു ഫാക്ടറല്ല, മൈൻഡ് കണ്ടീഷനും നമ്മുടെ വർക്കുമാണ് പ്രധാനം. തീർച്ചയായിട്ടും ശ്രീക്ക് ഇനിയും ഒരുപാട് ഒരുപാട് സംഭാവനകൾ ക്രിക്കറ്റിന് നൽകാൻ കഴിയും. ഓൾ ദ ബെസ്റ്റ് ശ്രീ. ഗോഡ് ബ്ലെസ് യു. ലവ് യു. വിനുവിനെ കുറിച്ച് ഞാൻ സെലിബ്രിറ്റി കളിക്കുമ്പം ഞാൻ പറയില്ലേ, ഞാൻ നമ്മുടെ നെറ്റ്സിലേക്ക് വന്ന് ബോൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ അകത്തോട്ട് എറിയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പം ഈ വ്യക്തിക്ക് നാച്ചുറലായിട്ട് അകത്തോട്ട്, എനിക്ക് CCLനെ കുറിച്ച് ഞാൻ കുറ്റം പറയുകയല്ല, അദ്ദേഹത്തെ മര്യാദയ്ക്ക് കേരള സ്ട്രൈക്കേഴ്സ് യൂസ് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ആ CCLൽ നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയാണ്. അദ്ദേഹത്തിന് പ്രോപ്പറായിട്ടൊരു യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ്. അതുകൊണ്ട് ആസ് എൻ ആക്ടർ ഒബ്വിയസ്ലി ഈസ് വെരി ഗുഡ്. അപ്പം ആസ് എ ക്രിക്കറ്റർ എന്നുള്ളതല്ല, ആസ് എ സ്പോർട്സ് പേഴ്സൺ ഞാനത് ഫസ്റ്റ് വിനു, ഞാനായിരുന്നു ക്യാപ്റ്റനെങ്കിൽ കളി വിടാണ്ടിരിക്കുക, പ്രാക്ടീസ് കൊണ്ടിരിക്കുക. കാരണം എന്താ പറയുക, ഉഗ്രനായിട്ട് ബോൾ ചെയ്യും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതൊന്ന്. പിന്നെ താങ്ക് യു ഫോർ ഓൾ ദ ലവ്ലി വേർഡ്സ്. കാരണം അദ്ദേഹം കണ്ടതാണ്. അദ്ദേഹം എനിക്കൂടെ 2015 കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ വരെ വന്നതാണ്. ചില ചാരിറ്റി ഫംഗ്ഷനിലൊക്കെ അദ്ദേഹം വളരെ നല്ലോണം, വൈഫ് ഉൾപ്പെടെ നല്ലോണം കുറേ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ലോട്ട്സ് ഓഫ് റെസ്പെക്ട്. കാരണം നമ്മുടെ സന്തോഷത്തേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ സന്തോഷം കാണുകയും ആ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ചെയ്യുന്നവരോട് ലോട്ട്സ് ഓഫ് റെസ്പെക്ട്. നമുക്ക് ഇനി നമ്മുടെ ശ്രീശാന്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു. എല്ലാവർക്കും ആ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ടൊരു ഒരു സമൂഹത്തിലൊരു സ്ഥാനം. അതിൽ ഇനിയുമുണ്ട് ഒരു അനുഗ്രഹീതരായ ഒരു കുടുംബം. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ. നമസ്കാരം. ശ്രീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീ കുട്ടിക്കാലം മുതൽ തന്നെ വളരെ ഡെഡിക്കേഷനുള്ള, ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ശ്രീ 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതലാണ് ഞാൻ ശ്രീയെ കണ്ടു തുടങ്ങിയത്. ശ്രീ പിന്നെ അതുകൂടാതെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഡ്രംസ് വായിക്കും, പടം വരയ്ക്കും, പാട്ട് പാടും, ലിറിക്സ് എഴുതും. പിന്നെ ബൂഗി വൂഗി കോമ്പറ്റീഷനിൽ, ഡാൻസ് കോമ്പറ്റീഷനിൽ 3rd പ്രൈസ് വിന്നറാണ്. അങ്ങനെ പല കഴിവുകളുമുള്ള ഒരു കുട്ടിയായിരുന്നു ശ്രീശാന്ത്. ഞങ്ങളെല്ലാം വിളിക്കുന്ന ഗോപു. അതുകൂടാതെ ആ ഒരു കഴിവ് ഇതുവരെ യാതൊരു മാറ്റവും കൂടാതെ, ആ ഒരു സ്വഭാവ വിശേഷതകൾ ഇപ്പോഴും യാതൊരു മാറ്റവും കൂടാതെ ഇപ്പോഴും ഗോപു പിന്തുടരുന്നുണ്ട്. ഇപ്പോഴും വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ഡെഡിക്കേഷനോട് കൂടി തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. പ്രാക്ടീസും എന്ത് കാര്യത്തിലാണെങ്കിലും ശരി. ശ്രീയെക്കുറിച്ച് പറയാനായിട്ട് ഇതൊക്കെ തന്നെയാണ് വാക്കുകൾ എനിക്കുള്ളൂ. ഭയങ്കര പങ്ക്ച്വലായിരുന്നു ചെറുപ്പം മുതലേ. രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് ഇത് തുടങ്ങും, മെഡിറ്റേഷൻ തുടങ്ങും, ഓം എന്നുള്ള ഒരു ശബ്ദത്തിൽ. പിന്നെ പറയുകയാണെങ്കിൽ തലേദിവസം തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് ഒരു മാച്ചിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വരച്ചൊക്കെ അത് വിഷ്വലൈസ് ചെയ്യുമായിരുന്നു ചെറുപ്പം മുതലേ. പിന്നെ ഇപ്പോഴും ഇനിയും തിരിച്ചു വരവിൽ അതേ ഇപ്പോഴും ഈ 7 വർഷവും ആൾ തളർന്നിരിക്കാതെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്ത് മുന്നോട്ട് വരികയാണ്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. താങ്ക് യു. അപ്പോൾ ഗോപുകുട്ട, ഓൾ ദി ബെസ്റ്റ്. നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. ഇനിയും അനേകം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പം ഓൾ ദി ബെസ്റ്റ് ഗോപു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. മധു ബാലകൃഷ്ണന്റെ അനുഗ്രഹീതമായ സ്വരത്തിലൊരു പാട്ട് നമ്മൾക്ക് മിസ്സായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, അടുത്തവണ നമുക്ക് അളിയനോടൊക്കെ ഇപ്പോൾ നമ്മളൊരു മനോരമ ചാനലാന്ന് തോന്നുന്നു, നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു മോർണിംഗിൽ. അപ്പോൾ അളിയനെ ഇതുപോലെ തന്നെ എന്തോ കാര്യം ചോദിച്ചപ്പം അളിയനോടൊക്കെ താങ്ക് യു പറഞ്ഞിട്ട് തീരില്ല. അങ്ങനത്തെ കടപ്പാടാണ്. കാരണം എൻ്റെ എസ്പെഷ്യലി 2013 വീട്ടിൽ കല്ലേറ് വരെ ഉണ്ടായി. എൻ്റെ പുതിയ വീട്, ഇപ്പം ഞാൻ താമസിക്കുന്ന വീടിൻ്റെ മതിൽ വരെ അടിച്ച് പൊട്ടിച്ച അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട്. പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ആ ടൈമിൽ എന്താ പറയണത്, ഞാൻ ആ ഒരു ബിൽഡേഴ്സിനെ കുറിച്ച് കാണുന്നവർക്കറിയാം. ഞാൻ പരിഭവം പറയണതല്ല. ആ ടൈമിൽ ഞാനാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സ്ഥലത്ത്
എൻ്റെ അച്ഛനും അമ്മയൊക്കെ അതിലും മോശമായി പെരുമാറുകയും അവിടെ നിന്ന് ഇറക്കി വിടുകയും അങ്ങനത്തെ ചെറിയ ഇറക്കി വിടേണ്ട അവസ്ഥകളായിരുന്നല്ലോ. അങ്ങനെയായിരുന്നു. ടെററിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ആയെങ്കിലും ഒരു ദാക്ഷിണ്യവും, അങ്ങനെയാണല്ലോ കറക്റ്റ് പറയുക, ഒരു ദാക്ഷിണ്യമൊന്നും കൂടാതെ അങ്ങനെ വളരെ പരിഹസിക്കുകയൊക്കെ ചെയ്ത വ്യക്തികളുണ്ട് ഇവിടെ കുറേ പേര്. അപ്പോൾ അവർ ആ ടൈമിൽ അളിയൻ്റെ വീട്ടിലോട്ട് അളിയനാണ് വിളിച്ച് കയറ്റുന്നത്. അളിയൻ ഗോപുവിന് ഇവിടെ താമസിച്ചാൽ മതി എന്നുള്ള രീതിയിൽ, ഏത് 2 വേൾഡ് കപ്പ് ചിഹ്നം ക്രിക്കറ്റർ അവിടെ ഇവിടെയൊക്കെ വീട് ദേവാനഗരം കൊണ്ട് ആ ടൈമിൽ ഇങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥ. എവിടെ പോയാലും ആളുകൾ പറയുന്നു. ഞാൻ അവിടെ നിന്ന് എൻ്റെ ബെയിൽ കിട്ടിക്കഴിഞ്ഞ് ഫസ്റ്റ് നേരെ പോകുന്ന അളിയൻ്റെ വീട്ടിലോട്ടാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ടൈമിൽ അളിയൻ തന്ന സഹായം, ധനസഹായം, എല്ലാത്തിനും ഉപരി സപ്പോർട്ട് ടു ദ ഫാമിലി. ഇപ്പം നമ്മൾ ഗോപിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു ഫാമിലി. അതെൻ്റെ ചിറ്റപ്പനായാലും ശരി, റിട്ടയർഡ് ആർമി ഓഫീസറാണ് ചിറ്റപ്പൻ, ചിറ്റമ്മ, അളിയൻ്റെ വേറൊരു ഫാമിലി. നമ്മുടെ എല്ലാ കുടുംബത്തിലും നമ്മൾ മറക്കുന്ന ഒരു കാര്യം, അച്ഛൻ, അമ്മ, അമ്മയുടെ അനുജത്തി കല്യാണം കഴിക്കുന്ന വേറെ, അങ്ങനെ നമ്മുടെ അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മളത് അറിയുന്നില്ല. അതൊക്കെ അറിയുന്ന ഒരു കഷ്ടപ്പാടുള്ള സമയത്ത് ആ സ്ട്രെങ്ത് ഓഫ് എ ഫാമിലി, ഒരു ഫാമിലി ട്രീ തന്നെ. മഞ്ഞപ്പുറം എൻ്റെ അച്ഛൻ്റെ, എനിക്ക് കുറേ ആളുകൾ അറിയില്ലായിരുന്നു, അവരൊക്കെ വരുന്നു കാണാൻ. ഇപ്പോൾ കേരള സൂഷ്യൻ്റെ എല്ലാവരും വന്നത് എവിടെയാണെന്നറിയോ? അളിയൻ്റെ വീട്ടിലാണ്. ആ ടൈമിലാണെങ്കിൽ പാവ അളിയൻ, എന്താ പറയുക, ആ ടൈമിൽ നമുക്കും നല്ല കഷ്ടപ്പാട് തന്നെയായിരുന്നു. കാരണം എൻ്റെ അക്കൗണ്ട്സ് എല്ലാം സീസ് ചെയ്തിരിക്കുന്നു, അളിയൻ്റെ കുറേ ഷോസ് ഇല്ലാണ്ടാവുന്നു. ശ്രീശാന്തിൻ്റെ അളിയനാണല്ലോ. അപ്പം അങ്ങനെ എന്നിട്ടും ആ ടൈമിൽ ഹീ സ്റ്റൂഡ് ബൈ മീ ആൻഡ് മൈ ഫാമിലി. അപ്പം ചേച്ചിയൊക്കെ എനിക്ക് അവർ ചിരിച്ചുകൊണ്ട് ഇപ്പോൾ ചേച്ചി വിചാരിക്കുന്നത് ഇവരെന്ത് ഇത്ര ഇമോഷണൽ ആണ്. അപ്പം എനിക്ക് എന്ത് പറയാനുള്ളത്, ഇവരൊന്നും ഇല്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാനില്ല, അപ്പം ഞാനും കൂടെ തകർന്നു ഇവരില്ല. അപ്പം അതാണ് പറഞ്ഞത്. ഇനി എന്തൊക്കെ കുറേ കാര്യങ്ങളാണ് ചേച്ചിക്കറിയാം. ഞാനിങ്ങനെ കുറേ ഗോൾസ്, ഇങ്ങനെ സുശാന്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു ഗോൾസ് എഴുതുന്ന ശ്രീശാന്തിനും ഉണ്ട്. അത് ഗുഡ് ആൻഡ് ബാഡാണ്. കാരണം ചില കാര്യങ്ങൾ ഗോൾസ് എഴുതുമ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ യു ജസ്റ്റ് ഗീവ് അപ്പ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഓൾവേസ് ബിലീവ് ഇൻ ദാറ്റ് ഗോൾ. അപ്പോൾ എൻ്റെ ചേച്ചിയും അളിയനും പറഞ്ഞത് തന്നെ. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും, എൻ്റെ അമ്മയ്ക്കും അച്ഛനും അളിയൻ്റെ കൂടെയാണ്. കാരണം ഈ കൊറോണ ടൈമിൽ എൻ്റെ വീട്ടിൽ ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് എന്നും പോയി വരുന്നതുകൊണ്ട് അച്ഛന് 82 വയസ്സായി, അമ്മയ്ക്ക് 66-67 വയസ്സായി. അപ്പം ഞാൻ സേഫാണ്. കാരണം ഞാനെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഐ മൈറ്റ് ക്യാരി ടു മൈ ഹൗസ് എന്നുള്ള രീതിയിൽ. അപ്പം ഇപ്പോഴും എല്ലാ കാര്യങ്ങളും മിക്ക തവണ ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ഒരു നാണമല്ലോ പറയാൻ. കാരണം ചില സമയത്ത് ആ സിനിമയും ബിഗ് ബോസ് അല്ലെങ്കിൽ സ്റ്റാർ ചലഞ്ച്, ഫ്ലവേഴ്സ് TV എനിക്ക് തന്നെ ആ ഷോ, പിന്നെ എൻ്റെ മോള് തന്നെ ഖത്രോങ്കിലാണ്, അങ്ങനെ കുറേ ലൈഫ് സ്റ്റൈലും എല്ലാം വെച്ച് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാലും നമുക്കുണ്ട് കഷ്ടപ്പാടുകൾ, ലോൺ അടയ്ക്കേണ്ട ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ എല്ലാം. അപ്പോൾ അതെല്ലാം ചില സമയത്ത് മളിയൻ, എൻ്റെ ചേട്ടൻ, ചേച്ചി, പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പോലെ ഇപ്പോൾ അവരാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. പക്ഷേ നല്ലൊരു ഇത് വരുമ്പോൾ വീണ്ടും നമ്മൾ വേറെ ലെവലിൽ വരുന്നു. ഭാഗ്യത്തിന് ഈ സെപ്റ്റംബർ 14 തൊട്ട് വേറൊരു കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയറായി. പക്ഷേ എങ്കിലും വന്ന വഴി മറക്കില്ല എന്ന് പറഞ്ഞ പോലെ അളിയൻ അതുപോലെ കൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഉഗ്രൻ മാരത്തൺ ഏഷ്യസിൻ്റെ ഓപ്പണിംഗ് ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം കൊണ്ട് നമ്മൾ പറഞ്ഞില്ല, നമ്മുടെ ഫാമിലി മൊത്തം ക്രിക്കറ്റ് കളിച്ചവർ തന്നെയാണ് മിക്കവരും, മീൻസ് ചേട്ടന്മാരും കസിൻസും. അപ്പോൾ അതിലൊരു നല്ല അളിയൻ്റെ മോനും മാധവ് നല്ലോണം രാജഗിരിയിൽ സ്കൂൾ ടീമിലേക്ക് ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ അദ്ദേഹം ഫുൾ മ്യൂസിക്കിലേക്കാണ്. പിന്നെ ഈ അളിയനാണ് എൻ്റെ ഈ ഡിപ്രഷൻ ടൈമിൽ മ്യൂസിക്കിലോട്ട്. ശ്രീശാന്ത് ദേവ്, എനിക്ക് ദേവാനുഗ്രഹം, ഞാനിങ്ങനെ ഇടയ്ക്ക് തമാശയ്ക്ക് പറയും, പാടാനല്ല മ്യൂസിക് കമ്പോസ് ചെയ്യാനും എനിക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം അളിയൻ നോക്കിയപ്പം ഞാൻ ഫുൾ ടൈം ലൈറ്റ് ഇട്ടിട്ടൊക്കെ കിടക്കുള്ളൂ. കാരണം ആ ജയിലിൻ്റെ ഒരു 500 വോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ ലൈഫ്. അപ്പം ഞാനിങ്ങനെ അവിടെ തിഹാറിൽ വെച്ചിട്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ എന്താ പറയുക, അമ്മ ഭയങ്കരമായിട്ട് എന്താണെന്നറിയില്ല, നമ്മൾ 30 വയസ്സായിരുന്നില്ല. അപ്പം 30-ാം വയസ്സിലും അമ്മയെ ഭയങ്കര മിസ്സിങ്. നമ്മൾ ഇന്ത്യ കളിക്കുമ്പോഴൊന്നും അങ്ങനെ അധികം ആലോചിക്കാറില്ല. അമ്മയെ വിളിക്കും, അമ്മയോട് സംസാരിക്കുന്നല്ലാതെ നമ്മളൊരിക്കലും അമ്മയെ കാണണം, അമ്മയൊന്ന് കെട്ടിപ്പിടിച്ച കാര്യമാണ്, അങ്ങനെയൊക്കെ ഒരു ഫീൽ വരില്ല. അങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇരുന്നൊരു 2-3 വരി പാട്ട് അമ്മയെക്കുറിച്ച്. ഒന്നാമത് പിന്നെ ഞാൻ ദുർഗാദേവിയുടെ അമ്പശ്ശേരി കാവിലമ്മ, കാക്കൂർ അമ്പശ്ശേരി കാവിലമ്മ, വണർകാവ് ദേവി, അങ്ങനെ എനിക്ക് ദേവിയുടെ ഒക്കെ ഭയങ്കര ഒരു ഭക്തനാണ്. അപ്പം എല്ലാം കൂടെ ഒരു 4-5 വരി ഞാൻ തമിഴിൽ, എനിക്ക് തമിഴ് എഴുതാൻ അറിയില്ല, പക്ഷേ ചെന്നൈയിലൊക്കെ പഠിച്ചുകൊണ്ട് തമിഴ് പാട്ടിനോടൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് 2-3 എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊരു പാട്ട് അങ്ങനെ ചെയ്തു. പിന്നെ ഒരു ഹിന്ദിയിലും കൂടെ ഒരു ലൈറ്റ് നോക്കിയിട്ട്
മുജേ തേരി സറൂറത്ത് എന്ന് പറഞ്ഞിട്ടൊരു, മധുചേട്ടൻ ഒരിക്കലും കവാലി അങ്ങനെയൊന്നും പാടിയിട്ടില്ല. അപ്പം ഞാൻ ചുമ്മാ മധുചേട്ടനെ കൊണ്ട് വന്ന വഴി ഇങ്ങനെ ഒരു ദിവസം വൈകുന്നേരം ഇരുന്ന സമയത്ത് അളിയനോട് പറഞ്ഞു, അളിയോ ഈ കവാലി പോലെ ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഒന്ന് അളിയൊന്ന് പാടി നോക്കട്ടെ. ഞാൻ പാടണ്ട, ഞാൻ ഇങ്ങനെ പറയാം, അത് നീ പറഞ്ഞങ്ങനെ ഞാൻ പാടണം എന്നുള്ള രീതിയിൽ മധുചേട്ടനാണ് സത്യം പറയില്ല. നമ്മളിപ്പോൾ തമാശ രീതി പറഞ്ഞാൽ അന്ന് ഭയങ്കര വിഷമമുള്ള സമയത്തും അളിയനാണ് എനിക്കൊരു എന്താ പറയണേ ഇന്നോവേഷൻ്റെ സെറ്റും ചെറിയൊരു സ്റ്റുഡിയോ 2 സ്പീക്കറും പ്രോഗ്രാമിംഗ് എല്ലാം പഠിച്ചിട്ട് യൂട്യൂബിൻ്റെ ഒരു ഐപാഡിൽ യൂട്യൂബിൻ്റെ വീഡിയോസിനൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് സ്വൈപ്പ് ചെയ്ത് ഇതാണ് ചെയ്യേണ്ടത്, ഇതാണ് ഈ ദിവസം ഇത് പഠിക്കുക. അപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ആ ഒരു ഡിപ്രഷനിൽ നിന്ന് ഞാൻ പുറത്തു വന്നത് സത്യം പറഞ്ഞ മ്യൂസിക്കും ബോഡി ബിൽഡിങ്ങിലൊക്കെ. കാരണം കളേഴ്സും പിന്നെ ബോംബെയിലേക്ക് വൈഫ് കല്യാണം കഴിഞ്ഞ് ബോംബെ പോയി താമസിച്ചപ്പം പൂജ ഭട്ടൻ്റെ ക്യാബറേ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ബോഡി ബിൽഡിങ്ങിലോട്ട് കയറി. പക്ഷേ അളിയൻ ആ മ്യൂസിക്കിലേക്ക് എന്നെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. അമ്മ എന്നുള്ളൊരു പാട്ടുണ്ട്, അത് ഇനിയിപ്പോൾ 5 വർഷം ഇനിയിപ്പോൾ അത് നമ്മൾ സിനിമയിലേക്ക് ഇടാൻ പോകുമായിരുന്നു. പക്ഷേ വലിയ മ്യൂസിക് ഡയറക്ടറോ കമ്പോസറോ ഒന്നും അല്ല. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ആ ടൈമിൽ ആ സിറ്റുവേഷനിൽ ഒരു 10-16 പാട്ട് ഒരു ചെയ്യാൻ പറ്റി ഈ കഴിഞ്ഞ 7 വർഷത്തിൽ. അതിങ്ങനെ വച്ചേക്കുവാണ്. കാരണം ഇപ്പോഴും സുജിത്ത് എന്ന് പറഞ്ഞ നമ്മുടെ എഞ്ചിനീയറാണ്. പണ്ട് അളിയൻ 18 വയസ്സുള്ളപ്പോൾ അളിയനെ കൊണ്ട് ഭക്തിയാനൊക്കെ പഠിച്ച വ്യക്തിയാണ്. അവനാണിപ്പോൾ നമ്മുടെ എല്ലാം വൺ ആൻഡ് ഓൾ. അവൻ പ്രോഗ്രാമിലെല്ലാം വന്ന് എന്നെ കുറേ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ ഐഡിയാസ് എന്നെ എൻകറേജ് ചെയ്യണമൊക്കെ സുജിത്തും മധുചേട്ടനുമാണ്. അപ്പം നമ്മൾ എന്താ പറയണേ, നത്തൂലി ഒരു ചെറിയ മീനെല്ലാം നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ ഇങ്ങനെ അളിയൻ പറഞ്ഞ പോലെ പല കഴിവുകളും ബില്ലടയ്ക്കാനായിട്ട് ബില്ലായിട്ട് വരുമ്പോൾ നമ്മൾ പല കഴിവുകളും എടുത്ത് പുറത്തിടും. അപ്പം അങ്ങനെ 5 വർഷം കഴിഞ്ഞിട്ട് നോക്കാം ഈ പാട്ട്. അല്ല ശരിക്കും ഒരു വലിയ മീൻ തന്നെയാണ്. ആ മീനിന്റെ കൂടെ നീന്തി കളിച്ച ഒരാളെയും കൂടെ നമുക്ക് കാണാം ഇപ്പോൾ. Hi Shri, now that you are coming back on the cricket field, I'm sure you will do really, really well. You have a beautiful bowling action. You used to love watching your straight seam. Now we talk about Mohammad Shami's seam position. Yours was one of the best as well, and I hope you just get back and keep taking wickets. Whatever tough times you had in the past, you should just leave them behind you and keep looking forward. I hope you do well. We'll be looking forward to see you playing at the highest level. Good luck. Irfan Pathan, another sweetheart of the legendary. I mean, കാരണം ഇർഫാനും ഇസ് അണ്ടർ റേറ്റഡ്. കാരണം ഇപ്പോഴാണെങ്കിലും കമൻട്രിയിലൊക്കെ ഈസ് ബ്രില്യൻറ്റ്. ഇപ്പം എനിക്കൊന്ന് ശ്രീലങ്കൻ പ്രീമിയർ ലീഗ് എന്നോടും ചോദിച്ചിരുന്നു, നല്ലോണം എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് റിട്ടയർ ചെയ്യാനത് കളിക്കാൻ പറ്റില്ല. അപ്പം ഇർഫാനായിട്ട് ഇൻ ടച്ചാണ്. ഇർഫാൻ എപ്പോഴും എനിക്കൊന്ന് ഒരു എല്ലാവരും എൻ്റെ ബോളിങ്ങിൽ ടെസ്റ്റ് മാച്ചിൽ വിക്കറ്റ് എടുക്കണം എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് എൻ്റെ ഫസ്റ്റ് ബോൾ 2005 ഒക്ടോബർ 25 നാഗ്പൂർ ശ്രീലങ്കയ്ക്കെതിരെ ബോൾ ചെയ്യുന്ന നേരത്തെ ജയസൂര്യാണ് സ്ട്രൈക്ക്. ആ സെയിം ജയസൂര്യാണ് എൽബാലജിയുടെയും ടിനുചേട്ടൻ്റെ ഒക്കെ സംഘകാരമുണ്ട് ആ ടീമിൽ. അപ്പോൾ ടിനുചേട്ടനെ ഒക്കെ അടിച്ച് പുറത്തിട്ട് ആ സെയിം ഗ്രൗണ്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പം എൻ്റെ ലൈഫിൽ ആസ് എ മലയാളി എന്ന് പറയുമ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുക. അപ്പോൾ ഇർഫാനാണ് ഓടി വന്ന് ഫസ്റ്റ് ഓവർ എറിഞ്ഞ് ശരിക്കും തേർഡ് മാനിലേക്ക് പോകേണ്ട വ്യക്തി ഓടി വന്ന് എൻ്റെ അടുത്ത് വന്നുകൊണ്ട് ക്യാപ്പ് കൊടുത്ത വഴി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ക്യാപ്പ് കൊടുത്ത് ഇങ്ങനെ വന്ന് നടന്ന് ആ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് യു ഹാവ് ഡിസേർവ് ഇറ്റ്. യു ഡിസേർവ് കംപ്ലീറ്റ്ലി ടു ബി ടേക്കിംഗ് ദിസ് ന്യൂ ബോൾ. Don't ever think twice. You are playing for the country and you have to make sure you don't prove anybody wrong. You don't prove anybody right. At least prove yourself right. ആ ഒരു ഉഗ്രം വേർഡ്സാണ് അതൊന്ന്. പിന്നെ ഈ ടെസ്റ്റ് മാച്ചിൽ അദ്ദേഹം പുറത്തേക്ക് ലെഫ്റ്റ് ഹാൻഡറിന് എടുക്കുന്നതും റൈറ്റ് ഹാൻഡറിന് അകത്തേക്ക് എടുക്കുന്നതും എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ്. കാരണം ഞാൻ ഔട്ട് സ്വിംഗ് ബോളർ ആയതുകൊണ്ട് ഞാൻ തുടങ്ങിയത് ഔട്ട് സ്വിങ്ങിലാണ്. പിന്നെയാണ് ആർട്ട് ഓഫ് ഫാസ്റ്റ് ബോളിംഗ്. അത് ഞാനിങ്ങനെ ഓരോ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ സെയിം ആക്ഷൻ മാറ്റാണ്ട് റിസ്ക് പൊസിഷൻ മാറ്റാണ്ട് ഹൗ ക്യാൻ യു ബോൾ ഇൻ സ്വിങ്. പണ്ടത്തെ ആ കോച്ചുകളൊക്കെ പറയും ബോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇൻ സ്വിങ് ഇങ്ങനെ പിടിച്ച്. അതാണ് നമ്മളും പഠിച്ചിട്ടുള്ളത്. പക്ഷെ ആസ് ആൻ ഇൻഡിവിജ്വൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇർഫാൻ്റെ ഒക്കെ ഗ്രിപ്പ്. പിന്നെ ഇപ്പോഴാണെങ്കിൽ താങ്ക്സ് ടു ഇൻ്റർനെറ്റ് ഞാൻ ഇപ്പോഴും യൂട്യൂബിൽ വക്കാരൂനസ് ഇന്നും കൂടെ ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് ഫുഡിൻ്റെ കഴിക്കുമ്പോൾ കാണുന്നത് പഴയ ലെജൻഡ്സ്. ഇന്ന് കണ്ടുകൊണ്ടിരുന്നത് ആർട്ട് ഓഫ് ഫാസ്റ്റ് ബോളിംഗ് വക്കാരൂനസ് ആൻഡ് വാസിം അക്രം റിവേഴ്സ് സ്വിങ്. കാരണം എൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് സ്ട്രെയിറ്റ് സീം ആൻഡ് റിവേഴ്സ് സ്വിങ് വിൽ ബി വെരി എഫക്റ്റീവ്. അതൊക്കെ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ആൾക്കാരെ കളി കാണുമ്പോഴാണ്. അപ്പം ഇറ്റ് പ്ലേസ് എ ഹ്യൂജ് റോൾ. ഇർഫാൻ ഇസ് 2 സല്യൂട്ടൊക്കെ. ക്രിക്കറ്റർ, ഫാമിലി മാൻ, ആക്ടർ, ലിറിസിസ്റ്റ്, ഡാൻസർ, പോളിറ്റീഷ്യൻ. ഇതിൽ ഏത് ശ്രീശാന്തിനെയാണ് ഈ ശ്രീശാന്തിന് ഇഷ്ടം?
ഗോപു എനിക്ക് ഏറ്റവും ഇഷ്ടം ഗോപു. അമ്മായിയുടെ അച്ഛൻ്റെയും ഗോപു, അതാണ് ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ചലഞ്ച്. ബാക്കിയെല്ലാം യു ക്യാൻ ഏൺ, യു ക്യാൻ വർക്ക് ഹാർഡ്, യു ക്യാൻ ഡെഡിക്കേറ്റ് യുവർ സെൽഫ്, യുവർ ടൈം, എവറിത്തിങ്. ബട്ട് ആസ് യു സെഡ് ഫാമിലി മാൻ എന്നുള്ള വേർഡിൽ, ഫാമിലി മാനിലും ഫാദറും ഹസ്ബൻഡിനും ബ്രദറിനേക്കാളൊക്കെ ഉപരി ആ സൺ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡ്യൂട്ടി അല്ലേ. നമ്മൾ ജനിച്ചത്, എൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി ഐ വാസ് ദെയർ സൺ, സോ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. അപ്പം ശ്രീശാന്ത് എന്നുള്ളതും സ്കൂളിലേക്ക് ഇട്ട പേരല്ലേ. എന്നെ ഗോപു എന്നാണ് വിളിച്ചിരിക്കുന്നത്, ദിബു ചേട്ടനെ ദിബു എന്നാണ് വിളിക്കുന്നത്. അപ്പം ദിബുവിൻ്റെ പേര് ദിബുശാന്ത്, പക്ഷെ ഗോപുവിൻ്റെ പേര് ഗോപുശാന്ത് അല്ല, ശ്രീശാന്താണ്. എല്ലാവരുടെയും പേര് ശാന്തകുമാരൻ ശ്രീശാന്ത്. ശാന്തകുമാരൻ എൻ്റെ അച്ഛനാണ്. അപ്പം എൻ്റെ പേര് ശരിക്കും വെറും ശ്രീ എന്ന് മാത്രമേ ഉള്ളൂ, ശ്രീ ശാന്ത് എന്നാണ്. അപ്പം അതിലുപരി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഗോപു അതാണ് ബെറ്റർ. പൊളിറ്റീഷ്യനോ ക്രിക്കറ്ററോ ആക്ടറൊന്നും പറയാൻ, ആക്ടർ എന്താ 4 പടമാണ് ചെയ്തിട്ടുള്ളൂ. അത് നോക്കുമ്പോൾ തമ്മിൽ പേരും തൊമ്മെന്ന് പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം കൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ അതിലും നന്നായിട്ട്, ആക്ച്വലി ക്രിക്കറ്റർ ചെയ്യുന്നതിൽ നന്നായിട്ട് കെമ്പക്കോട് 2 എനിക്ക് ബെസ്റ്റ് വില്ലൻ നമ്മുടെ സന്തോഷം അവാർഡ്സ് തെലുഗുവിൽ നമ്മുടെ ഇവരുടെ നോമിനേഷൻ ഉണ്ടായിരുന്നു. KGF നോമിനേഷൻ ഉണ്ടായിരുന്നു. ഉദയയിൽ അദ്ദേഹമാണ് അവിടെ ബെസ്റ്റ് വില്ലന് കിട്ടിയത്. എന്നിട്ടും കൂടെ ദേവാനുഗ്രഹം കൊണ്ട് എൻ്റെ ആ പെർഫോമൻസും കെമ്പക്കോട 2 നല്ല അധികം തിയേറ്ററിലൊന്നും കർണാടകയിൽ മാത്രമാണ് റിലീസായുള്ളൂ, കന്നഡ പടമുണ്ട് അത്. എന്നിട്ടും വേറെ എവിടെയൊന്നും റിലീസും കിട്ടിയിരുന്നില്ല. പക്ഷേ എങ്കിലും ആ പെർഫോമൻസിന് എനിക്കിത് കിട്ടി. അപ്പം അച്ഛനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ക്രിക്കറ്റ് കളിക്കാൻ പോയി വേൾഡ് കപ്പ് ജയിച്ചു, സിനിമ കളിക്കാൻ പോയ സിനിമയിൽ ഒരു അവാർഡ് മേടിച്ചല്ലോ, അത് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. പിന്നെ ബ്ലാക്ക് സ്വാൻ അവാർഡ് എന്ന് പറഞ്ഞിട്ട് ബോംബെയിലെ സൗത്ത് അവാർഡ്സിലും എനിക്ക് ആ ബെസ്റ്റ് വില്ലൻ ബ്രേക്ക് ത്രൂ പെർഫോമൻസ്, അത് പിന്നെ ഹാർഡ് ടൈംസും കൂടെ നോക്കിയിട്ടാണ് അവർ തന്നത്. കാരണം അതൊരു ഇൻ്റർനാഷണൽ പോലത്തെ അവാർഡാണ് ബ്ലാക്ക് സ്വാൻ. അപ്പം ഇത്രയും ടഫ് ടൈംസിൽ അൺകംഫർട്ടബിൾ സോണാണ് എനിക്ക് ആക്ടിങ് എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷെ അല്ല, എൻ്റെ ഫാമിലി മൊത്തം ആർട്ടിസ്റ്റാണല്ലോ. അപ്പം ആ ടൈമിലും ഹി ഹാഡ് ദ ഗട്ട്സ് ടു ഫേസ് ദ ക്യാമറ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടി. അപ്പം എനിക്ക് ഗോപു ആനാണ് ഇഷ്ടം. ഇതൊക്കെ എളുപ്പമാണ്. എളുപ്പം എന്ന് പറയാനുള്ള ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് എളുപ്പമാണ്, കാരണം നമ്മൾ ഡിസൈഡ് ചെയ്യാം. പക്ഷെ അച്ഛൻ്റെ അമ്മയുടെയും ഗോപുവായിട്ട് തന്നെ ഇരിക്കാനാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. കാരണം നമ്മൾ ചില സമയത്ത് ഈ എന്താ പറയണേ, നമ്മൾ മറന്നു പോകും. നമ്മൾ മക്കളെ നമ്മൾ എപ്പോഴും മറന്നു പോകും. നമ്മുടെ ആ ചെറുപ്പത്തിൽ ഇപ്പം എനിക്ക് എൻ്റെ മോൾ ഇപ്പം 5 വയസ്സായി, എൻ്റെ മോന് 3 വയസ്സ്. പക്ഷേ എങ്കിലും നമ്മൾ ആ ചെറുപ്പത്തിലെ ഇപ്പം നമുക്ക് ടെക്നോളജി ഉള്ളതുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇരുന്ന് കാണാം. ഇന്നലെ കൊണ്ട് രാത്രി ഇങ്ങനെ വൈഫ് മോളുടെ വീഡിയോ കാണിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അറിയാണ്ട് ഒരു മനസ്സിൽ സന്തോഷമുണ്ട്. ആ ഒരു വ്യക്തി ആവാനാണ് ഏത് അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹം. അതൊക്കെ അനുഭവത്തിൽ നിന്നേ പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യം, ഒരു സബ്ജക്റ്റ്, ഒരു കുടുംബസ്ഥൻ അച്ഛൻ. How did this aggressive Shantakumaran Srishant that the world knows turn into a very tame husband and a loving father? എന്തായിരുന്നു ഇത്? വൈഫിൻ്റെ ഒരു മാജിക് ആണോ, ഓ ഇതൊരു another phase of your life ആണോ? അത് ശരിക്കും എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു എൻ്റെ സിറ്റുവേഷൻ ആൻഡ് സർക്കംസ്റ്റാൻസ് ആയിരിക്കാം, വൈഫായിരിക്കാം. പക്ഷെ എൻ്റെ മോനൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര സ്ട്രിക്റ്റാണ്. ഞാനല്ല സ്ട്രിക്റ്റ്, അവരാണ് സ്ട്രിക്റ്റ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, 4 മക്കളെ അച്ഛനും അമ്മ എങ്ങനെ വളർത്തി വലുതാക്കി എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് എക്സ്പീരിയൻസ്. ഐ തിങ്ക് ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഞാൻ പണ്ട് ഏറ്റവും എളുപ്പമായിരുന്നു മറ്റുള്ളവരെ കണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ബ്ലെയിം ഗെയിം എല്ലാവരും ചെയ്യുന്ന ഒരു ഗെയിമായിരുന്നു. ഏതൊരു സെലിബ്രിറ്റി ആണെങ്കിലും ഏതൊരു പത്രക്കാർ, ആ മീഡിയ, അല്ലെങ്കിൽ ആ സെലക്ടറിനെ സെലക്ട് ചെയ്യുന്നില്ല, അതൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഈ പ്രശ്നം വന്നപ്പം ഈ കഴിഞ്ഞ 7 വർഷത്തിൽ എനിക്ക് ആകെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗോപുവായിട്ടിരിക്കുമ്പം ഒരു ടെൻഷനും ഇല്ല. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു പ്രശ്നമില്ല. അച്ഛനും ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല, അമ്മയും പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടത് മാത്രം മതി. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ സിറ്റുവേഷനൊക്കെ പഠിച്ചത് കഴിഞ്ഞ 7 വർഷമാണ്. അത് എന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. നമ്മൾ മാത്സിൻ്റെ കൂടെ ബയോളജിയുടെ കൂടെ അവർ പഠിപ്പിക്കുന്നില്ല. കൂട്ടുകാരും പഠിപ്പിക്കില്ല. കൂട്ടുകാരും നിനക്ക് സക്സസ്ഫുൾ ആവാൻ ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ 5 ദിവസം ഒരു കൂട്ടുകാരൻ ചിലപ്പം ഒരു ബില്ല് കൊടുക്കുമായിരിക്കും. 6-ാമത്തെ ദിവസം ചോദിക്കാടാ നീ എന്തെങ്കിലും കൊടുക്കടാന്ന് തമാശയ്ക്ക് പോലും പറയാൻ തോന്നും. അപ്പോൾ അച്ഛനും അമ്മയും എന്താ പറഞ്ഞ അവർ കഴിച്ചില്ലെങ്കിലും മാറി അവർ അതൊക്കെ ഞാൻ അറിഞ്ഞത് ഇപ്പോഴാണ്. അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ സെയിം ആൻസറാണ്. The best years of your life. Best years of life plus in future also. എന്നെക്കൊണ്ടാവുന്ന ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ പറഞ്ഞ പോലെ എന്നെക്കൊണ്ടാവുന്ന മാക്സിമം ആളുകളോട് ഈ മെസ്സേജ് ആസ് എ മെസ്സഞ്ചർ
ഇപ്പോൾ ആസ് എ ക്രിക്കറ്റ് സെലക്ടർ ആണെങ്കിലും ആസ് എ കോച്ച് ആണെങ്കിലും ഇപ്പോൾ എൻ്റെ അക്കാഡമിയിൽ വരുന്ന പിള്ളേരോടൊക്കെ ഞാൻ കൂട്ടുകാരെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് അഡ്വൈസിനേക്കാളും കൂടുതൽ റിക്വസ്റ്റാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് റിക്വസ്റ്റാണ് ഇഷ്ടം. പണ്ടൊക്കെ ഓർഡറായിരുന്നു എന്നോട് വരെ എല്ലാവരും സീനിയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഓർഡർ, ഗെറ്റ് ദ വാട്ടർ, ഗെറ്റ് ഹിം ഔട്ട്, ബോൾ ഓൺ ദ ഓഫ് സ്റ്റം. അല്ലാണ്ട് ഹൗ ക്യാൻ ഐ ബോൾ ഓൺ ദ ഓഫ് സ്റ്റം, വേർ ഷുഡ് ഐ ബി എയിമിങ്, അങ്ങനെ ഒന്നും ആരും പറഞ്ഞു തരില്ല. അപ്പോൾ നമുക്ക് എന്ത് പറ്റിയിട്ടില്ല, നമുക്ക് കിട്ടാത്ത സഹായങ്ങളും കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് നേരത്തെ ചേട്ടൻ പറഞ്ഞ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി വേൾഡ് കപ്പിക്കാൻ. പക്ഷേ ഇതൊന്നും കിട്ടാത്ത കുറേ ആളുകളുണ്ട് ഇപ്പോൾ ഓൾറെഡി ജൂനിയേഴ്സിൽ. അവരെയൊക്കെ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഐ ആം ട്രൈങ് മൈ വെരി ബെസ്റ്റ്. ഇപ്പോൾ നമ്മുടെ അക്കാഡമിയിലാണെങ്കിലും പൈസയില്ല, പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് കോച്ചിങ്. പക്ഷേ അവർക്ക് എങ്ങനെ അത് റീപേ ചെയ്യാൻ പറ്റും? കാരണം ലേറ്റർ സ്റ്റേജസിൽ അവർ ദേ വിൽ ബി ഏണിങ് മോർ. അപ്പോൾ ഹൗ ക്യാൻ യു, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരെ മനസ്സിലാക്കുന്നു. ടേക്കിംഗ് ടൈം. കാരണം എനിക്ക് പറ്റിയത് കാലം ഇപ്പം എനിക്ക് 2 വേൾഡ് കപ്പ് ഒരു മലയാളി ഇപ്പോൾ പറഞ്ഞു ക്യാച്ച് എടുത്തു. എൻ്റെ ഒരു സ്വപ്നം ഞാൻ പറയട്ടെ, എൻ്റെ സ്വപ്നം ഞാൻ എപ്പോഴും മിക്ക ഇന്ത്യനും പറയാനുണ്ട്, ഞാൻ റിട്ടയർ ചെയ്യുന്ന ദിവസം ഞാൻ ഇന്ത്യക്ക് തന്നെ റിട്ടയർ ചെയ്യും. അത് എല്ലാവർക്കും കംബാക്ക് മാച്ചോ ഫയർ മാച്ചോ ഉണ്ടായിരുന്നില്ലെങ്കിലും ഞാൻ എന്തായാലും ഇന്ത്യ മാച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിട്ടയർ ചെയ്യുള്ളൂ. എൻ്റെ ഒരു വിശ്വാസം, പ്ലാനേ ഉള്ളൂ. അന്ന് 5 പ്ലെയർ മലയാളത്തിൽ, ചേട്ടാ കുഴപ്പമില്ല നമ്മൾ നോക്കിക്കൊള്ളാം, അന്ന് 5 പേര് മലയാളത്തിൽ സംസാരിക്കണവർ ആ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടാവണം. അതാണ് എൻ്റെ ഒരു സ്വപ്നം. അതിപ്പോൾ റിച്ച് ക്രിക്കറ്ററാണെന്നുമില്ല, ഭയങ്കര സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ ആവണമെന്നോ ഭയങ്കര സക്സസ്ഫുൾ അങ്ങനെയൊന്നുമില്ല. എനിക്ക് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹം, ഐ ഹാവ് ടു മേക്ക് ഷുവർ 5 cricketers should be playing for the country. രഞ്ജി ട്രോഫി 3 കൊല്ലം ഹാട്രിക്ക് ജയിക്കണം. ഈക്വൽ ഇറാനി ട്രോഫി ഇല്ല, അടുത്ത 2 കൊല്ലം പറ്റുമെങ്കിൽ 1 കൊല്ലം കൂടെ ഹാട്രിക്ക് ഇറാനി ട്രോഫി ജയിക്കണം ഈ സെയിം ടീം തന്നെ. കാരണം ചിലർ പറയുന്നത് എന്തോ ഇത്ര അഹങ്കാരമായി അല്ല, ഈ ഒരു കൊല്ലം ജയിക്കുമ്പോഴാണ് ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നത്. അടുത്ത കൊല്ലം ജയിക്കുമ്പം ഈ സെയിം ടീമിൽ നിന്ന് 4-5 പേര് ടീമിലോട്ട് വരും. അപ്പം എൻ്റെ ഇതൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം നമ്മുടെ ടീമിൻ്റെ ടാലൻറ്റ് വെച്ച് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു വർക്കൗട്ട്, ഞാൻ ലാസ്റ്റ് പോകുന്ന ഞാൻ എൻ്റെ ഒരു വർക്ക് ഷെഡ്യൂള് സച്ചിൻ ബേബി കഴിഞ്ഞ ഇന്ത്യ വരെ കളിച്ച് ഇറാനി ട്രോഫി വരെ കളിച്ച പയ്യനാണ്. അപ്പം നമ്മുടെ ക്യാപ്റ്റനാണല്ലോ. അപ്പോൾ അവനിങ്ങനെ കൊടുത്തപ്പോൾ ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട്, ചേട്ടാ ഇത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ടോ ഇത്രയും ടൈം ക്രിക്കറ്റിന് വേണ്ടി ചിലവാക്കണേന്ന്. ഇതൊന്നും ചിലവാക്കാണ്ട് അദ്ദേഹം കളിച്ചു എന്ന് പറഞ്ഞാൽ സി ഹൗ ടാലൻറ്റഡ് ഈസ്. ഇത്രയും ടാലൻറ്റും അവൻ്റെ ഹാർഡ് വർക്കും അവൻ്റെ രീതിയും വെച്ച് അവൻ ഇതുവരെ കളിക്കാൻ പറ്റി. പക്ഷെ ഒരു ലാഡർ കൂടെ ഉണ്ട്. ആ ലാഡർ കിട്ടാൻ അധ്വാനിച്ചേ പറ്റൂ. അവൻ അധ്വാനിക്കണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ സാക്രിഫൈസ് അല്ല, അത് എൻ്റെ ഡ്യൂട്ടിയാണെന്നുള്ള രീതിയിൽ ഇപ്പോഴും എനിക്ക് എൻ്റെ വൈഫിനോട് എൻ്റെ മക്കളോട് ഞാൻ എത്രയും നന്ദി പറയണം. ഇപ്പോൾ തന്നെ ഈ ഫോർ എക്സാമ്പിൾ ഇൻ്റർവ്യൂ ആണെങ്കിലും എനിക്കിപ്പോൾ ഒരു ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഞാൻ രാവിലെ ഇപ്പോഴും 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 10:30 അത് കഴിഞ്ഞ് 10:00 വന്ന് കുളിച്ച് റെഡിയായി ഫുഡ് കഴിച്ച് ഉടനെ തന്നെ 12 മണിക്ക് മുകളിൽ പോകും. 12 to 2 മണി വരെ മുകളിൽ ചെറിയ ട്രെയിനിങ് സെഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വരും, ഫ്രഷൻ ആവും, ഫുഡ് കഴിക്കും. 3 മണിയാകുമ്പോൾ 3-3:30 തിരിച്ച് നെറ്റ്സിൽ പോകും. പിന്നെ വരുന്നത് 7:30 7:30 വന്ന വഴി പിന്നെ എനിക്ക് ആകെ ഫാമിലിയോടൊക്കെ കിട്ടുന്ന ടൈം ഒരു 8 to 9:30 10. കാരണം ഞാൻ 10 ആകുമ്പോൾ പറയും സ്വിച്ച് ഓഫ് ദ ലൈറ്റ്സ് ലെറ്റ് സ്ലീപ്പ് എന്ന് പറയും. അപ്പം വൈഫിനോടും മക്കളോടും നന്ദി പറഞ്ഞു പറ്റൂ. കാരണം അന്ന് ഇതൊന്നും അച്ഛനോടൊന്നും നമ്മളന്ന് പറഞ്ഞില്ല. അന്നും അച്ഛനും അമ്മയുടെ ആഗ്രഹങ്ങളാണ് ഇങ്ങനെ മോൻ്റെ കൂടെ സംസാരിക്കണം എന്നൊക്കെ. അതൊക്കെ മനസ്സിലായത് കഴിഞ്ഞ 7 വർഷത്തിലാണ് തീർച്ചയായിട്ടും. That was ശ്രീശാന്ത്, ശാന്തകുമാരൻ ശ്രീശാന്ത്. ഇൻറ്റൻസിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന ഒരു അപൂർവ മലയാളികളാണ്. ഇത്രയൊക്കെ ലോകത്തിൻ്റെ ഉത്തംഗ ശൃംഗത്തിലേക്ക് എത്തിയിട്ടും ഇപ്പോഴും ഒരു സാധാരണ മലയാളി ആയതിൽ അഭിമാനിക്കുന്ന മലയാളികളിൽ ഒരാളായി ജീവിക്കുന്ന ശ്രീശാന്തിനെയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ഈ ശ്രീശാന്ത് ഇനി വരുന്ന കാലങ്ങളിൽ നമ്മൾക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളുമൊക്കെ വളരെയധികം സക്സസ്ഫുള്ളായിട്ട് നമ്മളുടെ ഇടയിൽ എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ മുക്തി നേടി ഉള്ള ഒരു തിരിച്ചുവരവ്, ആ തിരിച്ചുവരവിനായി നമുക്ക് കാത്തിരിക്കാം. അത് ആരംഭിച്ചു കഴിഞ്ഞു. ആൻഡ് ദിസ് has been an extremely game-changing point in our career as far as our channel is concerned, and I have great pride and mostly privileged to have this superb individual, Shantakumaran Srishant or S. Srishant, our pride of India, pride of Kerala, and so much delight in having him today on online entertainment channel. Thank you. വളരെ നന്ദി.